നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന്റെ പേടി സ്വപ്നം. കേരളത്തിന് മുകളിൽ ഏത് നിമിഷവും പൊട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ജലബോംബ്. ഇങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച പല വിശേഷണങ്ങൾക്കും അർഹമാണ് 126 വർഷം പഴക്കമുള്ള ഈ ഒരു ഡാം. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളും IIT പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ ഡാമിന് ബലക്ഷയമുണ്ടെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചെങ്കിലും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരം ഇനിയും നടപ്പിലാക്കാതെ പോകുന്നത്? മാനവരാശി സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന് കേരള ഭൂമി സാക്ഷ്യം വഹിക്കണമെന്ന ചില അധികാരികളുടെ പിടിവാശിയാണോ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഇനിയും അകലെയാകുന്നത്? ഷെക്കേന ചർച്ച ചെയ്യുന്നു. മുല്ലപ്പെരിയാർ ശാശ്വതമായ പരിഹാരത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ജോണി നെല്ലൂർ, ചരിത്രകാരൻ ശ്രീ ജെയിംസ് പാണ്ടനാട്, ഒപ്പം വണ്ടിപ്പെരിയാർ ആ ഒരു ദേശത്തെ നാട്ടുകാരൻ ശ്രീ ലാലിച്ചനെയും ഈ ചർച്ചയിൽ നാം പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ PC ജോർജ്, നമുക്കറിയാം കേരളത്തിൽ കാലവർഷം രൂക്ഷമാകുമ്പോൾ ചർച്ചയാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം. ഇപ്പോഴും കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചിലെയും 50 ലക്ഷത്തോളം ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ് കഴിയുന്നത്. കേരളം മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു അഭാവമാണോ ഈ വിഷയത്തിന്റെ പേരിൽ കേരള ജനത ഇന്നും ഭീതിയിൽ കഴിയുന്നത്? ശ്രീ PC ജോർജ്. ഇത് വളരെയധികം ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. കേരളത്തിൽ ഇത് അറിയാത്ത ഒരു മനുഷ്യയില്ല. കേരളത്തിലെ, ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഇപ്പോ ജോർജ് പറഞ്ഞതുപോലെ 126 കൊല്ലം ഒരു ഡാം, അത് ശർക്കരയും പഞ്ചസാരയും ഉപയോഗിച്ചുണ്ടാക്കിയ ഡാം. അതായത് രസം, മുട്ടയുടെ വെള്ളയും, മനസ്സിലായില്ലേ? സുർഖി അതാണ്. ആ ഡാം ഈ 150 കൊല്ലമാണ് ഇതിന്റെ ആയുസ് പറയുന്നത്. 1886 പണി തുടങ്ങി, 96 പണി തീർത്തു എന്ന് കണക്കിലാണ് 126 കൊല്ലം പഴക്കാലം. 94 പണി തീർന്നു എന്ന് കണക്കിലാണ് 126 കൊല്ലം എന്ന് പറയുന്നത്. എത്രയാട്ടെ, ഒറ്റ ചോദ്യമുള്ളൂ നമ്മുടെ മുമ്പിൽ. 999 വർഷത്തേക്കാണ് എഗ്രിമെന്റ്. അത് നമ്മളെ വഞ്ചിച്ചത്, കളിപ്പിച്ചത് നമ്മുടെ CPIയുടെ നേതാവായിട്ടുള്ള, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അച്യുതമേനോൻ ഈ കേരളത്തെ ജനങ്ങളെ തമിഴ്നാട്ടിൽ വിറ്റു എന്ന വാദത്തിന് ഒരു മടിയില്ലെന്ന് പറയാം. ഇത് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ മനപ്രയാസം. ഇതെന്താ അച്യുതമേനോൻ പറയാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതോടുകൂടി ഇതുപോലുള്ള എഗ്രിമെന്റിലെല്ലാം നള്ളാൻ പോയിടായി, നശിച്ചു. പിന്നെ എന്തിനാ എഗ്രിമെന്റ് പുറകെ കിടക്കണം? അപ്പൊ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, കറണ്ട് ഉണ്ടാക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കുന്നത്, നിയമവിരുദ്ധം ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം ഉള്ളപ്പോ 1949 CP രാമസ്വാമി അയ്യർ അറിയാം. അദ്ദേഹം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. തമിഴ്നാട് ശരിയല്ല ചെയ്യുന്നത്, മാറ്റിയേ മതിയാവൂ, ഇത് അനുവദിക്കാൻ പറ്റില്ല. അദ്ദേഹം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയെ പോയി കണ്ട് നിവേദനം കൊടുത്തു. അപ്പൊ സുപ്രീം കോടതി കേസ് വന്നു, അവസാനം ആർബിട്രേറ്റർ വന്നു. ഇവരെല്ലാരും പരിശോധിച്ചിട്ട് അതാ കോടതിയിൽ ഹാജരായത് നമ്മുടെ CP നേരിട്ട്. അതാ പ്രധാനപ്പെട്ട നിങ്ങൾ അറിയേണ്ടത്. കേരളം എന്നീ മലയാള മണ്ണിന് വേണ്ടി CP നടത്തിയ പോലെ പോരാട്ടം വേറെ ആരും ഇന്ന് വരെ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് പ്രതിമ, ഞാൻ പലതവണ പറഞ്ഞു, അദ്ദേഹത്തിന് പ്രതിമ സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്ഥാപിക്കേണ്ടതാണ്. ഈ കേരളത്തിലെ ജനകീയ നേതാക്കന്മാരുടെ പ്രതിമയെല്ലാം തച്ചുടച്ചിട്ട് അവിടെ ഒരു CPയുടെ പ്രതിമ വെച്ചാൽ നന്നായിരിക്കുന്ന എന്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ വിധി പേടിച്ചിട്ടും തമിഴ്നാട് വീണ്ടും വൈദ്യുതി ഉത്പാദിച്ചുകൊണ്ടിരുന്നു, വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആകെ വെള്ളത്തിന് കിട്ടുന്നത് 40,000 രൂപ ഒരു വർഷം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് EMS വരുന്നത്. ശങ്കരൻ ഒരുപാട് മിണ്ടാതെ അവർ തർക്കം ഉണ്ടാക്കാതെ അങ്ങ് വിട്ടു. എന്താന്ന് വെച്ചാൽ ചർച്ച കൊണ്ട് ഫലമില്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ മറന്നുപോയി. അവസാനം 1970 PC അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അദ്ദേഹം ആരുമായിട്ട് ഒരു ചർച്ച പോലും നടത്താതെ നേരെ ഒപ്പിട്ട് കയ്യിലോട്ട് കൊടുത്തു. ആ ഒപ്പിട്ടതിനകത്ത് എന്താ വന്നത്? അല്ലെങ്കിൽ അവിടെ വെച്ച് സുപ്രീം കോടതി മുമ്പിൽ നമുക്കൊരു വിലയുണ്ടായിരുന്നു, കേസിന് മുന്നോട്ട് പോകാമായിരുന്നു. സുപ്രീം കോടതി മുമ്പിൽ പോലും നമ്മളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അച്യുതമേനോൻ വെള്ളം കൊണ്ടുപോകാനുള്ള അനുവാദം മാത്രമല്ല, ആ എഗ്രിമെന്റ് മാത്രമല്ല, അദ്ദേഹം ചെയ്ത പാതകം വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ഓർഡറും കൂടെ അങ്ങ് ഒപ്പിട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ വന്ന കുഴപ്പം എന്താ വെച്ചാൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ആകെ നമുക്ക് കിട്ടിയ എന്താ പറയുക, 40,000 എന്നുള്ള 10 ലക്ഷമാക്കി. ഈ 40,000 എന്ന് പറയുമ്പോൾ ഓർക്കണം, അന്ന് ഒരു ചക്രത്തിന്, തിരുവിതാംകൂർ ഒരു ചക്രത്തിന് അന്ന് $3 കിട്ടും.
ആ കാലത്തിലാണ് 40,000 രൂപ എന്ന് പറഞ്ഞത്. ആ 40,000 രൂപയുടെ സ്ഥാനത്ത് വെറും 10 ലക്ഷം രൂപയും മേടിച്ചുകൊണ്ട് എന്തിനാ ഈ 10 ലക്ഷം അതും കൂടെ വേണ്ടെന്ന് വെക്കായിരുന്നു വെച്ചവരും നല്ലത്. അങ്ങ് ചെയ്തു കൊടുത്തു. എന്നാൽ അദ്ദേഹം കിട്ടിയ ലാഭം എന്നുള്ളതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതായത് CPI കുറെ ലാഭം കിട്ടി തമിഴ്നാട്ടിൽ. കുറെ MLA-മാരെ ഒരു MP ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. വേറെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഭീരിദോഷം പറയുന്നത്. അതിലേക്ക് ഞാൻ ക്രെഡിറ്റ് ചെയ്യില്ല, പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഇടുക്കിയിലെ ജനങ്ങൾ എത്രയോ ഭീതിയോടെ കഴിയുന്നത്. സുപ്രീം കോടതി മുമ്പിലും സുപ്രീം കോടതി ഇപ്പോഴത്തെ ജഡ്ജിമാർ 2 ജഡ്ജിമാർ ചോദിച്ചു, ഇത് എന്തിനാ ഇത് വഴക്കുണ്ടാക്കുന്നത്, എവിടെ ഡാം ഉണ്ടാക്കിയത് എന്താണെന്ന് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ അത് വേണ്ടി പറയാൻ ആളില്ല. ഏതായാലും ഒരു മനസ്സമാധാനവും സന്തോഷവും തോന്നുന്നത് ഇടുക്കിയുടെ ഒരു നേതാവ് മാത്രമല്ല, ഇന്നിപ്പോ കേരളത്തിലുള്ള VS പോയ സാഹചര്യത്തിൽ VS-ന് മിണ്ടാൻ മേലാത്ത ആരോഗ്യമില്ലാതായല്ലോ. ആ സാഹചര്യത്തിൽ ഒരു ഏക കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ കാണുന്നത് MM മണിസഖാവിനെയാണ്. ഇടുക്കിയുടെ മുൻ മന്ത്രി MM മണിസഖാവ് ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന മനുഷ്യൻ. അദ്ദേഹം ഇന്ന് പച്ചയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ഡാം അപകടകരമാണ്, മാറ്റി പണിയണം. എന്നിട്ടും പിണറായി വിജയൻ ഇപ്പൊ അനങ്ങുന്നില്ല. പിണറായി വിജയൻ അനങ്ങാത്തൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് വേറെ ചിന്തയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ചിന്തയിൽ അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷയില്ല. അവിടെ ഇനി ചെയ്യാനുള്ളത് വലിയ ജനകീയ പ്രക്ഷോഭണത്തിന് ജനം ഇറങ്ങണം. ഈ അധികാരികളെ മര്യാദക്ക് ഈ ഡാം പണിയുന്ന നിലയ്ക്ക് മാറ്റാൻ കഴിയുമെന്ന് നോക്കണം. കാരണം കേരളയിലാണ് പിണറായി വിജയന്റെ സ്വപ്നം എന്നാ പറയുന്നത്. കേരളയിൽ എന്ന് പറഞ്ഞ ഇത്ര സമയം നീട്ടിയെടുക്കുന്നതിനോട് ക്ഷമിക്കണം മറ്റ് ആളുകൾ, ജോണിയൊക്കെ ക്ഷമിക്കണം. ഈ കേരളയിൽ എന്ന് പറഞ്ഞത് എന്താ? കേരളത്തെ നടുവേ കണ്ടിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. കേരളത്തെ രണ്ടാക്കുകയാണ്. പാരീസ് പ്രശ്നം ഉണ്ടാക്കും. ഇന്നലെ നമ്മുടെ LDF-ന്റെ കൺവീനർ ഒരു മഠ വർത്തമാനം പറഞ്ഞു വിട്ടു. കേരളയിൽ എന്ന് പറഞ്ഞാൽ അത് ഈ വെള്ളം പൊക്കോളുന്നു. ഇതുകൊണ്ട് മണ്ടന്മാരൊക്കെയാണ് LDF-ന്റെ കൺവീനർമാരായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ സഹതാപം തോന്നുന്നില്ല എന്താ പറയുന്നത്. ഒന്ന് ആലോചിച്ച്. അപ്പൊ കേരളയിൽ 10 വന്നാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് 70 കിലോമീറ്റർ പാലം വേണം എന്നാ പറഞ്ഞത്. 500 മീറ്റർ കഴിയുമ്പോഴേ ഒരു തുറവിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ. അതാണ് ഞാൻ പറഞ്ഞ കേരളം രണ്ടാകുകയാണെന്ന്. ആ കേരളിന് വേണ്ടി നേരത്തെ ഉള്ള എഗ്രിമെന്റ് നേരത്തെ എസ്റ്റിമേറ്റ് 63,800 കോടി രൂപയാണ്. ഇപ്പൊ പുതിയ എസ്റ്റിമേറ്റ് പാലം 70 കിലോമീറ്റർ വന്നപ്പോ എത്രയായി? സ്വാഭാവിക 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാവും. അത് കേസിന്റെ പ്രസ്താവന അടുത്ത ദിവസം കണ്ടു തന്നെ 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാവും. അതുണ്ടാക്കാൻ ജപ്പാനിന് വേണ്ടെന്ന് ഉപേക്ഷിച്ച് കേട്ട ഒരു ട്രെയിനായത്. ശ്രീ PC ജോർജ്, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അങ്ങയുടെ ഒരു വ്യക്തത ചോദിക്കുക. നമുക്കറിയാം ഈ 2006 2014 പ്രത്യേകിച്ച് കേരളം മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഒരു നിർണായകമായ തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. 2014 സുപ്രീം കോടതി വിധിച്ചു 142 അടിയിലേക്ക് ജലനിരപ്പ്, മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുന്നതിൽ തടസ്സമില്ല എന്നൊക്കെ. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾ വേണ്ടത്ര രീതിയിൽ കേരളത്തിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ ന്യായവാദങ്ങൾ വേണ്ടത്ര രീതിയിൽ കോടതിയിൽ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടല്ലേ ഇത്തരം തിരിച്ചടികൾ നേരിടേണ്ടി വന്നത്? ശ്രീ PC ജോർജ്, ഞാൻ അതിനെപ്പറ്റി ഒരു വാക്കൂടെ പറയട്ടെ. ആ കേരളത്തിന്റെ കാര്യത്തിൽ 1 ലക്ഷം കോടി രൂപ മുടക്കാൻ ജപ്പാനിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിക്കൊണ്ട് എഗ്രിമെന്റ് ഒന്ന് ആലോചിച്ച്. അവിടെ ഉപേക്ഷിക്കപ്പെട്ട ആവശ്യമില്ലാതെ തള്ളിക്കളഞ്ഞ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് കേരളയിൽ, അതായത് 4.90 മീറ്ററാണ് 2 റെയിൽ തമ്മിലുള്ള വ്യത്യാസം. ഈ ട്രെയിനല്ല വേറെ ട്രെയിൻ ഓടുകയില്ല, കണ്ടം ചെയ്ത ട്രെയിനാണ് കൊണ്ടുവന്ന് ഓടിക്കാൻ പോകുന്നത്. ഇവിടുത്തെ റെയിൽവേ എന്ന് പറഞ്ഞാൽ 5.5 മീറ്ററാണ് ഈ പാളം തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും മോശമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരു സങ്കടകരമാണ്. ഇവിടെ ഏതായാലും ഇപ്പൊ ജോർജ് പറഞ്ഞല്ലോ, നമ്മുടെ കോടതി 2014 തിരിച്ചിട്ട് തന്നെ കിട്ടി. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന സുപ്രീം കോടതി ബെഞ്ച് ഈ അടുത്ത ദിവസം ചോദിച്ചല്ലോ, 50 ലക്ഷം ജനങ്ങളുടെ ജീവനാണോ വലുത് അതോ ഡാമിന്റെ വെള്ളമാണോ വലുത് കൂടുന്ന അവർ ചോദിച്ചു. അത് ചോദിക്കാനുള്ള നല്ല വിവരമുള്ള ജഡ്ജിമാര് സുപ്രീം കോടതി ഉണ്ടെന്ന് തെളിഞ്ഞു. നമ്മള് കേസ് നടത്തി പരാജയപ്പെട്ടു. ഞാൻ പറയും, CP രാമസ്വാമി അദ്ദേഹത്തിന് ശേഷം കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിന് വേണ്ടി ശബ്ദിക്കാനും ഒരുത്തരും ഉണ്ടായിട്ടില്ല ഭരണാധികാരി വർഗത്തിൽ എന്നാണ് നമ്മുടെ പ്രശ്നം. സുപ്രീം കോടതി കേസ് വരുമ്പം വെള്ളം 142 ആക്കണം 136 ആക്കണം എന്ന തർക്കം. ഈ 142 ആക്കണമെങ്കിൽ തന്നെ സ്വാഭാവികമായി അവിടെ ഉള്ള ആ ഡാം ബലപ്പെടുത്തൽ പോരാ. ഇപ്പോഴത്തെ ബലപ്പെടുത്തൽ പോരല്ലോ, ബേബി ഡാം നന്നാക്കട്ടെ. ബേബി ഡാം ചെറുപ്പെടുത്താൻ വേണ്ടി 13 മരം വെട്ടാൻ വേണ്ടി ഇവിടുന്ന് ഓർഡർ കൊടുത്തല്ലോ. ആ ബേബി ഡാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അത് നന്നാക്കുന്നതിന് വേണ്ടി, ബലപ്പെടുത്തുന്നതിന് വേണ്ടി, പണി നടത്താൻ വേണ്ടി തമിഴ്നാട് ചോദിച്ചത് 13 മരം വെട്ടാനുള്ള ഓർഡറാണ്. ഇവിടുന്ന് ആരാ കൊടുത്ത? ഫോറസ്റ്റുകാരൻ മന്ത്രി പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലെന്ന്. ഇറിഗേഷൻ മന്ത്രി പാവം ഇടുക്കിയിൽ ഒരാളുണ്ട്, പാവം ശുദ്ധൻ, അയാളെ പറ്റി അയാളും പറഞ്ഞത് ഞാനും അറിഞ്ഞില്ലെന്ന്. പക്ഷെ അയാളുടെ മുനിസിപ്പൽ സെക്രട്ടറി ഓഫീസിലാണ് കമ്മിറ്റി കൂടിയത്.
ഫോറസ്റ്റിന്റെയും ഇറിഗേഷന്റെയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുറിയിൽ ഓഫീസിൽ കൂടി 14 ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ട ഫയലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാടിന് ഓർഡർ കൊടുത്തത് മരം വെട്ടിക്കോളാൻ. കാരണം ഫോറസ്റ്റുകാരനാണ് ഓർഡർ കൊടുത്തെങ്കിലും കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് ഇറിഗേഷന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫീസിലാണ്. ഇത് കൂടെ മടയത്ര നടന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാന്? അതുകൊണ്ട് കോടതിയിൽ വന്ന് വിധി വന്നിക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ യഥാർത്ഥ കാര്യം പറഞ്ഞ് കോടതി മുമ്പിൽ പറയാം. കോടതി കേൾക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെ കോടതിക്ക് എന്താ കാര്യം? 1970 അച്യുതൻ നീ കുന്തം ഒപ്പിട്ട് കൊടുത്തില്ലേ? കോടതിക്ക് വല്ല പ്രശ്നമുണ്ടോ? കേരളത്തിന് സ്വത്തല്ലേ ഇത്? വൃഷ്ടിപ്രദേശം മുഴുവൻ നമ്മുടേത്, മണ്ണ് നമ്മുടേത്, ഡാം നമ്മുടേത്, എല്ലാം നമ്മുടേത്. ഞാൻ തിരിച്ചു വരാം ശ്രീ പി സി, അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ ജോണി നെല്ലൂർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് വളരെ വികാരനിർഭരമായി ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ദുരന്തമായിരിക്കുമെന്ന്. മാത്രമല്ല ഇന്ന് പ്രത്യേകിച്ച് UDF എംപിമാരുടെയും കേരളത്തിലെ ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ വലിയൊരു പ്രതിഷേധ ധർണയൊക്കെ സംഘടിപ്പിച്ചു. ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ധർണയും ഈ ഒരു പ്രതിഷേധവും കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നില്ലേ? ഈ ഒരു വിഷയം പ്രത്യേകിച്ച് മഴക്കാലത്ത് മാത്രമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുറച്ചുകൂടി നേരത്തെ നമ്മുടെ ജനപ്രതിനിധികൾ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ലേ ശ്രീ ജോണി നെല്ലൂർ? ഈ വിഷയം എന്റെ സ്നേഹിതൻ PC ജോർജ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് വളരെ ഗൗരവമായി നാം കാണേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. 2014 അന്ന് അതിശക്തമായ ജനരോക്ഷം ഉയർന്ന കാര്യം നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. ചപ്പാത്തില്, വള്ളക്കടവിലെല്ലാം നിരന്തരമായി സത്യാഗ്രഹ സമരങ്ങൾ, നിരാഹാര സമരം ഉൾപ്പെടെ സമരം ഉണ്ടായി. കേരളത്തിലെ ഈ 6 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം അങ്ങോട്ട് ഒഴുകിയെത്തി സമരക്കാർക്ക് അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ വേണ്ടി. ആ സമയത്ത് അതിശക്തമായ സമരം ഈ പ്രദേശത്തെമ്പാടും ഉണ്ടായപ്പോൾ അന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുവാനുണ്ടായിരുന്നവരും അന്ന് മനുഷ്യച്ചങ്ങല പിടിച്ച് ഇവിടെ ഈ ഡാം തകർന്നാൽ 45 ലക്ഷം ആളുകൾ മരണപ്പെടുമെന്നും ഇത് അടിയന്തരമായി നമുക്ക് പുതിയ ഡാം വേണമെന്നും ഒക്കെ പറഞ്ഞ് നേതൃത്വം കൊടുത്ത് മനുഷ്യച്ചങ്ങല പിടിച്ച ആളുകൾ ഇന്ന് അധികാരത്തിലിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. അന്ന് ഇവർ പറഞ്ഞത് ഇവിടെ ഈ ഡാം ഇപ്പൊ തകരും, 2014 ഈ ഡാം ഇപ്പൊ തകരും, നമുക്ക് എത്രയും പെട്ടെന്ന് പണിയണം എന്ന് പറഞ്ഞവർ ഇപ്പൊ എന്താ പറയുന്നത്? ഈ ഡാമിന് മതിയായ ബലക്ഷയമുണ്ട്, നിങ്ങൾ ആളുകളെ ഭീതിയിൽ ആക്കരുത്, നിങ്ങളെ അതും ഇതുമൊക്കെ പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞ ആളുകളെ ഉത്കണ്ഠയിലേക്ക് തള്ളിവിടരുത്. ഇതാണ് ഇപ്പോ ബഹുമാനായ മുഖ്യമന്ത്രി പറയുന്നത്. ഇവിടെ എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ ഈ ഇപ്പൊ PC ജോർജ് പറഞ്ഞ വളരെ വസ്തുതാപരമായ ചില കാര്യങ്ങൾ ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല. അതിനോട് കൂട്ടിച്ചേർക്കാൻ എനിക്കുള്ളത്, യാതൊരുവിധ ശാസ്ത്രീയമായ പഠനങ്ങളുമില്ലാതെ അന്ന് എന്തോ കേവലമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൊണ്ടോ എന്തോ ഒരു കരാറിൽ ഒപ്പുവെച്ച് അനുവാദം കൊടുത്ത് തമിഴ്നാടിന് യഥേഷ്ടം വെള്ളം കൊണ്ടുപോകാനും വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള അനുവാദം കൊടുത്തു. ഇപ്പോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വർഷക്കാലത്ത് മാത്രം ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വർഷക്കാലത്താണ് ഏറ്റവും കൂടുതൽ അപകട ഭീഷണി ഉണ്ടാകുന്നത്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ ഡാമിന് ബലമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഈ ഡാമുകളുടെ ലോകത്തെമ്പാടുമുള്ള സമാന സ്വഭാവമുള്ള ഡാമുകൾ ആ കാലത്തുണ്ടായിരുന്ന എല്ലാം ഡീകമ്മീഷൻ ചെയ്തു. ആകെ അവശേഷിക്കുന്ന 2 ഡാമുകൾ ഒന്നാണ് ഇത്. ഇതാണ് ഏറ്റവും പഴക്കമുള്ള ഡാം. 126 വർഷമാകുന്നു. 126 വർഷമായി ഈ ഡാം ഏത് അവസരത്തിൽ പോലും ഇതിന് കേടുപാട് സംഭവിക്കാം. കേടുപാട് സംഭവിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തെ ഇപ്പൊ ജോർജ് പറഞ്ഞു സുപ്രീം കോടതിയിലെ കേസിന്റെ കാര്യം. സുപ്രീം കോടതി 142 അടി എന്ന് വിധിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ സർക്കാരും തമിഴ്നാട് സർക്കാരും കേന്ദ്ര ഗവൺമെന്റും എല്ലാം കൂടി ചേർന്ന് ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ എംപവേർഡ് കമ്മിറ്റിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായി അന്ന് നിയോഗിക്കപ്പെട്ടത് റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് അവറുകളാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വന്ന പരാമർശങ്ങൾ അത് കേരളത്തെ ഇതുപോലെ കുരുതി കൊടുക്കുന്നതിന് തുല്യമായ ഒരു പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ? ജസ്റ്റിസാണ്, നാം ബഹുമാനിക്കുന്ന ആളാണ് എന്ന് കരുതി അദ്ദേഹം എഴുന്നള്ളിച്ച മണ്ടത്തരങ്ങൾ മുഴുവൻ ശരിവെക്കാൻ നമുക്ക് കഴിയുമോ? എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഈ അടുത്ത ദിവസം കോട്ടയത്ത് ഒരു ഡിബേറ്റിൽ അദ്ദേഹം മറ്റൊരു ചടങ്ങിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യവുമില്ല മുല്ലപ്പെരിയാറിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ടത്. ശ്രീ PC തോമസ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പ്രകാശനവുമായി ഗവർണർ വന്ന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ജസ്റ്റിസ് KT തോമസ് ആയിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്ത ആളാണ്. ആ യോഗത്തിൽ ഒരു കാര്യവുമില്ലാതെ ഇദ്ദേഹം മുല്ലപ്പെരിയാർ
പരാമർശിച്ചു. മുല്ലപ്പെരിയാർ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു 1984 ഈ ഡാം അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് ബലവത്താക്കിയ ഡാമാണ്. അപ്പോൾ ഇത് ഒരു പുതിയ ഡാമിന് തുല്യമാണ്. 84 മുതലേ ഇതിന് നമുക്ക് ആയുസ് കൽപ്പിക്കാൻ കഴിയൂ എന്നാണ് മഹാനായ ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത്. ഇദ്ദേഹം എവിടെയാ പഠിച്ചത്? അതിനുശേഷം പ്രസംഗിച്ച ബഹുമാനായ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ PJ ജോസഫും രണ്ടുപേരും പറഞ്ഞു കേരളത്തിന്റെ സ്ഥിതി എന്താ, നമ്മളെടുത്ത നിലപാട് എന്താ. രാഷ്ട്രീയത്തിനപ്പുറത്ത് ബഹുമാനായ PC ജോർജിനും അറിയാം നമ്മളെടുത്ത നിലപാട്. തമിഴ്നാട്ടിന് വെള്ളം, കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ, അതായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ആ സുരക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ, തമിഴ്നാടിന് വെള്ളം എന്ന് പറയുമ്പോൾ നാം എന്താ പറഞ്ഞത്? ഒരു ഡാം പുതിയത് പണിയണം. അതാണ് നമ്മുടെ ആവശ്യം. അന്നും നമ്മൾ ആ നിലപാടെടുത്തു, ഇന്നും ആ നിലപാട് തന്നെ നമുക്കുള്ളത്. അന്ന് ആ നിലപാടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം. അവിടെ PJ ജോസഫും ഉമ്മൻചാണ്ടി സാറും സംസാരിച്ചോ പറഞ്ഞൊരു കാര്യം, നമ്മുടെ നിലപാട് ഇതാ, കേരളത്തിന്റെ നിലപാട് അന്നും ഇതാ. എന്താ ഇവിടെ ഉണ്ടായത്? ഈ IIT ഡൽഹി തുടങ്ങിയ വിദഗ്ധ സംഘങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടനയുടെ വിദഗ്ധന്മാരൊക്കെ വന്ന് പരിശോധന നടത്തി അവരൊക്കെ നൽകിയ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഈ ഡാം അപകട ഭീഷണി നിറഞ്ഞൊരു ഡാമാണ്. ഇത് 155 അടി ആണ് ഇതിന്റെ ഉയരം. ആ 155 അടിയിൽ കവിഞ്ഞ് വെള്ളം ശേഖരിച്ചാൽ, വെള്ളം കവിഞ്ഞൊഴുകിയാൽ ഈ ഡാമും തകർന്നു വീഴും. ഇതാണ് റിപ്പോർട്ട്. ശ്രീ ജോണി നെല്ലൂർ, ഞാനൊന്ന് ഇടപെടുകയാണ്. അങ്ങ് വളരെ വ്യക്തമായി തന്നെ അത് അവതരിപ്പിച്ചു. ഈ IIT-യുടെ റിപ്പോർട്ടുണ്ട്. ഒരു കാര്യം, അതായത് ഈ ഭൂകമ്പം ധാരാളം ഉണ്ടാകുന്ന പ്രദേശമാണ്. PC ജോർജിന് നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായത്. ആ ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഭൂകമ്പം ഉണ്ടായാൽ ഈ ഡാം തകരും. ഇതാരാ പറഞ്ഞത്? നമ്മളാരുമല്ല, വിദഗ്ധന്മാർ, പഠിച്ച വിദഗ്ധന്മാർ പറഞ്ഞതാ. ഉടനെ KT തോമസ് അപ്പോഴും അത് ശരിയാന്ന് അദ്ദേഹം പറഞ്ഞ ആ കാര്യം കൂടെ അദ്ദേഹം റിപ്പോർട്ടിൽ എഴുതണ്ടേ? അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ എല്ലാ രീതിയിലും തമിഴ്നാടിനെ സഹായിക്കാൻ വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല, ഏതായാലും കേരളത്തെ ദ്രോഹിക്കാൻ വേണ്ടി ഇതുപോലെ റിപ്പോർട്ട് കൊടുത്തതിന്റെ കൂടി ഫലമായിട്ടാണ് 142 അടി എന്ന് സുപ്രീം കോടതി വിധിക്കാൻ ഇടയായത്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ ധാരാളമുണ്ട്. അതിപ്പോ വേറെ അതിഥികൾ കൂടി ഉള്ളത്. ഒരു കാര്യം കൂടി ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ് ശ്രീ ജോണി നെല്ലൂർ. താങ്കൾ പറഞ്ഞു ഈ എംപവേർഡ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടാണ് വളരെ ദോഷകരമായിട്ട് കേരളത്തെ ബാധിച്ചത്. പക്ഷേ മറുസൈഡിൽ ഈ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുണ്ട്, ഈ IIT പോലെയുള്ള IIT റൂർക്കി പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു റിപ്പോർട്ടുണ്ട്. ഈ ഭൂകമ്പബാധിത പ്രദേശത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്, ഡാമിന് ബലക്ഷയമുണ്ട് എന്നൊക്കെ ആ റിപ്പോർട്ടിൽ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് കോടതിയെ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത് ശ്രീ ജോണി നെല്ലൂർ? അതാണ് വിഷയം. അന്ന് സുപ്രീം കോടതിയിലെ ദീർഘകാലം ജഡ്ജിയായിരുന്ന വളരെ ബഹുമാനനായ ഒരു വ്യക്തി ഉൾപ്പെടെ അടങ്ങുന്ന എംപവേർഡ് കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് സുപ്രീം കോടതി ജഡ്ജിമാർക്ക്, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിമാർ കൊടുക്കുന്ന റിപ്പോർട്ടിന് വലിയ വില അവർ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി വാദിച്ച അഭിഭാഷകർ അന്ന് എന്താ ചെയ്തത്? എതിരായ വിധി വരാതിരിക്കാൻ 136 അടി എന്നുള്ള നിലയിൽ വെള്ളം നിലനിർത്തിയാൽ അപകട സാധ്യത കുറയും എന്നുള്ള ഒരു വാദഗതി ഉന്നയിച്ചിരുന്നു. 142 പോയാൽ അപകടമാകും, 136 നിലനിർത്തണമെന്നാണ് നമ്മുടെ ആളുകൾ ശക്തമായി വാദിച്ചത്. പുതിയ ഡാമിന് വേണ്ടി വാദിച്ചെങ്കിൽ പോലും അന്നത് സുപ്രീം കോടതിയിൽ ഇരുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിമാർ അതിനോട് അത്ര അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ട് അത് പോയി. പിന്നീട് ഇപ്പൊ ഉണ്ടായത് എന്താ? ഇപ്പോ ഈ ബേബി ഡാം ബലപ്പെടുത്തൽ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബേബി ഡാം ബലപ്പെടുത്തിയാൽ ആരാ അത് പറഞ്ഞത്? തമിഴ്നാട്ടിലെ ജലസേചന മന്ത്രി വന്ന് നമ്മുടെ മണ്ണിൽ കാല് ചവിട്ടി നിന്നുകൊണ്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ വന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് 152 അടി ആക്കുവാനാണ് ഞങ്ങൾ പോകുന്നത്. ബേബി ഡാം ബലപ്പെടുത്തിയാൽ 152 അടിയിലേക്ക് വെള്ളം ഉയർത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട് പറയുമ്പോൾ കേരളത്തിലെ 5 ജില്ലകളിലെ അല്ലെങ്കിൽ 6 ജില്ലകളിലെ ജനങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമല്ലേ അത്? ഈ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇവര് മരം മുറിക്കാനുള്ള അനുമതി തേടിയത് ശ്രീ ജോണി നെല്ലൂർ? 3 മരം മുറിക്കാനാണ് അവർ അനുമതി ചോദിച്ചത്. അവിടെ 15 മരം മുറിക്കാൻ അനുമതി കൊടുത്തു. ആരാ കൊടുത്തത്? ആര് കൊടുത്തു? വനം മന്ത്രി പറയണോ ഞാൻ അറിഞ്ഞില്ല. ജലവിഭവ മന്ത്രി പറയുന്ന അങ്ങനെ യോഗം പോലും നടന്നിട്ടില്ല. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, മൗനം. അദ്ദേഹത്തിന്റെ നാവ് ഉണ്ടോ എന്ന് പോലും അറിയാൻ അദ്ദേഹം നിയമസഭയിലും മിണ്ടിയിട്ടില്ല. നാളിതുവരെ അദ്ദേഹം മിണ്ടിയിട്ടില്ല. ആകെ അദ്ദേഹം നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്, നിങ്ങൾ അനാവശ്യമായി ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങളെ ഇളക്കി വിടരുത്, അവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒന്ന് ആവർത്തിക്കട്ടെ. എന്നാൽ മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം പണിയണം, കേരളത്തിലെ ജനങ്ങളുടെ ജീവന സുരക്ഷ വേണം, കേരളത്തിന് പുതിയ ഡാമാണ് ആവശ്യം, തമിഴ്നാടിന് ആവശ്യത്തിലേറെ വെള്ളം തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് ഇദ്ദേഹം തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് മൗനം? അവിടെയാണ് ഇവിടെ ജോർജ് പറഞ്ഞ MM മണിയെ അദ്ദേഹം അനുമോദിച്ചു. ഞാനും അനുമോദിക്കുക.
അദ്ദേഹം മന്ത്രിസഭയിൽ ഇരുന്നപ്പോഴൊക്കെ എതിരായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ അദ്ദേഹത്തിന് മന്ത്രിയുള്ള ഒന്നും അല്ലാതെ അതിൽ നടന്നപ്പോ ജനവികാരം കണ്ടു. ജനവികാരം കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ജലബോംബാണ് മുകളിലിരിക്കുന്നത്, ആ ജലബോംബ് പൊട്ടിയാൽ നമ്മളൊക്കെ തകരും. ഇപ്പൊ അദ്ദേഹത്തിന് ബോധമുണ്ടായി. ആ ബോധം അങ്ങോട്ട് പോകണം. പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ പല ചാനലുകളും എടുത്ത് കാണിക്കുന്നുണ്ട്. കൊല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. ജോർജ് അറിയാം, ജോർജിന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ട് ഈ ഡാമിനെതിരായ ഒരു നിലപാട്, അല്ലെങ്കിൽ അനുകൂലമല്ലാത്തൊരു നിലപാട്, പുതിയ ഡാം വേണം എന്നുള്ള കാര്യത്തിൽ ശക്തമായ ഒരു ഊന്നൽ കൊടുക്കുവാൻ ഇവിടെയാണ് പല കാര്യങ്ങളും കൂട്ടി വായിക്കേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് DMK എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ ചില പാർട്ടികൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കോടികൾ കൊടുത്ത കഥയൊക്കെ മാധ്യമങ്ങൾ വന്നു. ആ വാർത്തകളും ഇതും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ, ഇപ്പോഴത്തെ മൗനവും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ എന്നെ പോലുള്ള ആളുകൾക്ക് ഉണ്ടായാൽ അതിലാർക്കും തെറ്റ് പറയാൻ പറ്റുമോ? വ്യക്തമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ശ്രീ ജോണി നെല്ലൂർ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ ജെയ്സ് പാണ്ഡനാൻ, നേരത്തെ ശ്രീ ജോണി നെല്ലൂരും PC ജോർജും സൂചിപ്പിച്ച് ഈ MM മണിയുടെ ഒരു പ്രസ്താവന, അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയാണ്. ഈ ഡാമിന്റെ ഉള്ളിൽ താൻ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ആ ഡാമിന്റെ ഉള്ള് പൊള്ളയാണ്. ഒരു പാർട്ടി വെറും ഒരു പാർട്ടി നേതാവല്ല, മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഡാമിന്റെ ഒരു ഭീകരാവസ്ഥ എത്രമാത്രമാണ്. വെറും ഒരു കാലഹരണപ്പെട്ട ഒരു കരാറിന്റെ പേരിൽ, സാങ്കേതികതയുടെയൊക്കെയുള്ള പേര് പറഞ്ഞ് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുള്ള ഈ ചൂതാട്ടം അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചില്ലേ ശ്രീ ജെയ്സ് പാണ്ഡനാൻ? തീർച്ചയായിട്ടും സത്യത്തിൽ ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. കാരണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിന്റെ സുരക്ഷിതത്വവും അനുഭവിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റ് ടു ലൈഫ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അറബിക്കടലിനും കുമിളിക്കും ഇടയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ എവിടെയും ഭയം കൂടാതെ താമസിക്കാനുള്ള വാസസ്വാതന്ത്ര്യം ഭരണഘടനയ്ക്ക് അത് പറയുന്നത്. അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു പൗരാവകാശ പ്രശ്നം കൂടിയാണ്, മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും കൃത്യമായി പറയുന്നുണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ഭീതി കൂടാതെ, ഭയം കൂടാതെ, ആശങ്ക കൂടാതെ, ഉത്കണ്ഠ കൂടാതെ ഒരു ജനസമൂഹത്തിന് അവിടെ താമസിക്കാൻ കഴിയണം. ജീവിക്കാനുള്ള അവകാശത്തിന് വിപുലമായ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ ജീവനോപാധികളുടെ അവകാശമുണ്ട്, ആരോഗ്യ സംരക്ഷണത്തിന്റെ അവകാശമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, ജീവിക്കാനുള്ള അവകാശത്തിന്റെ പരിധിക്കകത്ത് പരിസ്ഥിതി സംരക്ഷണം കൂടി ആ പരിധി വരുന്നതാണ്. കാരണം വായു മലിനമാകാൻ പാടില്ല, വെള്ളം മലിനമാകാൻ പാടില്ല, പരിസ്ഥിതി മലിനമാകാൻ പാടില്ല, മണ്ണ്, അത് കൃത്യമായി പറയുന്നുണ്ട്. ഒരു കോടതി വിധി, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കോടതി വിധി വായിച്ചപ്പോൾ കൃത്യമായി പറയുന്നുണ്ട്. മാലിന്യ വിമുക്തമായ, മലിനീകരണ വിമുക്തമായ അന്തരീക്ഷം വേണം ജീവിക്കാൻ തന്നെ. അതുകൊണ്ട് വായുവും വെള്ളവും മണ്ണും പരിസ്ഥിതിയും മലിനപ്പെടാൻ പാടില്ല. ഇത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നമാണ്. സ്റ്റേറ്റിന്, അഡ്മിനിസ്ട്രേഷന് ഉത്തരവാദിത്തമുണ്ട്. മറ്റൊന്ന് ഞാനൊരു വായനയിൽ മനസ്സിലായത്, പരിസ്ഥിതി നാശത്തിന്റെ കാരണങ്ങൾ സ്റ്റേറ്റ് കാലേ കൂട്ടി കണ്ടെത്തുകയും അവ തടയുകയും അവയ്ക്കെതിരെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള സ്റ്റേറ്റിന്റെ ഭരണഘടനാപരമായ ചുമതല സ്റ്റേറ്റ് ലീഡർഷിപ്പ്, അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഭരണഘടനാപരമായ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. സ്റ്റേറ്റ് ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഒരിക്കലും ഒളിച്ചോടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി മാധ്യമ ചർച്ചകൾ വരുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നടന്നിട്ടുള്ള നിയമ പോരാട്ടം തന്നെയാണ് ഇതിനിങ്ങനെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോയത്. ഒരു രാഷ്ട്രീയ തീരുമാനം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണിത്. ഇപ്പോൾ തന്നെ കേരള സ്റ്റേറ്റും തമിഴ്നാട് സ്റ്റേറ്റും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അവിടെ കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും DMK-യും വൈക്കോയും എല്ലാം ഒറ്റ മുന്നണിയായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സൗഹൃദ അന്തരീക്ഷമാണ് കേരളവും തമിഴ്നാടുമായിട്ട് നിൽക്കുന്നത്.
ഈ സാഹചര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷൻ, ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ പരിഹരിക്കാവുന്ന വിഷയം മാത്രമാണ്. സഖാവ് എം എം മണിയുടെ പ്രസ്താവന മുൻ വൈദ്യുതി മന്ത്രിയുടെ കൂടിയാണ്. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ ഇന്നും ഇന്നലെയുമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇടുക്കിയുടെ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഇന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇവരെല്ലാം വളരെ കൃത്യമായി പാർലമെന്റിൽ അത് ഉന്നയിക്കുകയുണ്ടായി. എൻ കെ പ്രേമചന്ദ്രന്റെ സ്പീച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. അന്നേരം തന്നെ ഡാം സേഫ് ആണെന്ന് എഴുന്നേറ്റ് പറയുന്ന മറ്റ് തമിഴ്നാട്ടിലെ എം പിമാരായിരിക്കാം പറയുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായ ഇച്ഛാശക്തിയോടെ ഒരു പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയ തീരുമാനം സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് തന്നെ കണ്ടില്ലേ, വെളുപ്പിനെ 2 മണിക്കൊക്കെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഷട്ടർ 6, 7, 8 ഷട്ടർ പൊക്കുകയാണ്. കുറച്ച് വീടുകൾ വെള്ളത്തിലായി. വെളുപ്പിനെ 2 മണിക്ക് തുറന്നിട്ട് 5:30 അടയ്ക്കുകയാണ്. ആളുകൾ കടന്നുറങ്ങുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ അറിയുന്നത്, പോലീസുകാർ അറിയുന്നത് വൈകിയാണ്. ഇന്ന് വെളുപ്പിന് നടന്ന സംഭവമാണ് പറയുന്നത്. പല വീടുകളിലും വെള്ളം ഇറങ്ങിയത് 5:30-ക്കാണ്. വെള്ളം ക്രമാതീതമായി ഉയരുന്നു. ഇങ്ങനെ നമുക്കറിയാം 1886 കരാറ് മാറ്റി കിട്ടിയാലേ ഡാമിന്റെ മെയിൻ്റനൻസും അതിന്റെ മാനേജ്മെന്റ് കേരളത്തിൽ കിട്ടുകയുള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രം, പിന്നെ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ശേഷം ഈ കരാറുകളൊക്കെ ഇന്നും തുടരുന്നതിന്റെ വലിയൊരു ദുരന്തമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രാവശ്യം സുപ്രീം കോടതിയിൽ തമിഴ്നാട് സ്റ്റേറ്റിന്റെ വക്കീലന്മാരോട് ജസ്റ്റിസുമാർ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ 50% കിട്ടാൻ കേരളത്തിന് അർഹതയുണ്ട്. സുപ്രീം കോടതി ചോദിച്ചതാണ്. നൽകേണ്ടത് ധാർമ്മിക കടമയല്ലേ, ന്യായമായ ഡിമാൻഡ് അല്ലേ എന്ന് പല പ്രാവശ്യം ചോദിച്ചപ്പോഴും ഞങ്ങൾക്ക് സ്റ്റേറ്റുമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണെന്ന് തമിഴ്നാടിന് വേണ്ടി ഹൈദരാബാദ് വക്കീലന്മാർ പറഞ്ഞത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള നീതി നിഷേധവുമാണ് കേരള സ്റ്റേറ്റിനെ സംബന്ധിച്ച്, ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭീതിജനകമായ സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ മുല്ലപ്പെരിയാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഗമവും പ്രതിഷേധ സംഗമവും പ്രാർത്ഥനാ സംഗമവും ഒക്കെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട XMLA പി സി ജോർജ് സാർ ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. നാട്ടിൽ വലിയ ഡിബേറ്റ് തന്നെ ഉയർന്നു വരികയാണ്. 145,000-ഓളം ഡാമുകളാണ് ലോകത്തെമ്പാടുള്ളത്. ചൈനയിലാണ് കൂടുതലുള്ളത്. ശ്രീ ജെയ്സ് പാണ്ഡനാട്, താങ്കൾ പറഞ്ഞു വളരെയധികം പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. എന്നാൽ നമ്മുടെ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു ചർച്ച ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നമല്ലേ ഇതിനുള്ളൂ? എന്തുകൊണ്ടാണ് ആ ഒരു ഇച്ഛാശക്തി നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഇല്ലാതെ പോകുന്നത്? ശ്രീ ജെയ്സ് പാണ്ഡനാട്. അതുണ്ടാകണം. നമുക്കറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ വളരെ ശക്തരായ മുഖ്യമന്ത്രിമാരായിട്ടാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ നടപടികളൊക്കെ മുൻ മുഖ്യമന്ത്രിമാർ ചെയ്യാത്ത വളരെ വിപ്ലവകരമായ നടപടിക്രമങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ മമതയാകട്ടെ, ജഗനാകട്ടെ, തെലങ്കാന മുഖ്യമന്ത്രിമാരാകട്ടെ, എല്ലാവരും വളരെ നല്ല മുഖ്യമന്ത്രിമാരാണ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്. കൃത്യമായി ഇതിന് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ കോടതികളിലേക്ക് വിഷയം വലിച്ചഴിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ തീരുമാനത്തോടെ പരിഹരിക്കാവുന്ന വിഷയം മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഡാം തകർന്നതിന്റെ ഒരു കണക്ക് വായിച്ചപ്പോൾ ഒരു പുതിയ ഡാം പണിയുന്നതിന്റെ 10 ഇരട്ടിയാണ് ദുരന്തങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ 4 ഡാമുകൾക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോംബ് തന്നെയാണ് പറയുന്നത്. മണിയാശാൻ പറഞ്ഞ വാക്ക് കറക്റ്റാണ്. പഴയ ലോകത്തിൽ തന്നെ ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത് തന്നെ ദുർബല പ്രദേശത്തെ പഴഞ്ചൻ സ്മാരകം എന്നാണ് അറിയപ്പെടുന്നത്. ഭ്രംശ മേഖലകളിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ സുർക്കിയും ചുണ്ണാമ്പും അടർന്ന് ഒലിച്ചു പോയിട്ടുണ്ട്. പലയിടത്ത് പൊട്ടലുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂകമ്പ സാധ്യത പഠനം നടത്തിയിട്ടില്ല. ഇത് പണിതപ്പോൾ തന്നെ ഭൗമ പഠനം നടത്താതെയാണ് പണിതിട്ടുള്ളത്. എല്ലാ ഡാമുകൾക്കും 40 മുതൽ 50 വയസ്സ് വരെയൊക്കെയാണ് ആയുസ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം ഡീകമ്മീഷൻ ചെയ്യും. അന്നത്തെ ടെക്നോളജി അല്ലല്ലോ ഇന്നത്തെ ആധുനിക സയൻസ്, മോഡേൺ ടെക്നോളജി വെച്ച് നോക്കുവാണെങ്കിൽ ആ ഡാം ഇത് നിലനിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്തൊരു ഡാമാണ്. അങ്ങനെ ഒരു പഴഞ്ഞ സ്മാരകമായി നിൽക്കുന്ന ഡാം ഒരു വാട്ടർ ബോംബ് പോലെ ജനത്തിനിടയിൽ വളരെ ഭീതിജനകമായ സാഹചര്യം. അത് മാത്രമല്ല, നിരന്തരമായി അടുത്ത കാലത്ത് നമുക്ക് ഇടുക്കി, കോട്ടയം ജില്ലകളിലുണ്ടായ ഭൂചലനങ്ങള്, അതുപോലെ പെരിയാർ നദി ഒഴുകുന്നത് തന്നെ ഭ്രംശമേഖലയിലൂടെയാണ്, കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം, ഈ അപ്രതീക്ഷിതമായ മണ്ണൊലിപ്പ്, അതുപോലെ ഉരുൾപൊട്ടല്, വൃഷ്ടിപ്രദേശങ്ങളിലെ അപ്രതീക്ഷിതമുണ്ടാകുന്ന ശക്തമായ മഴക്കെടുതികള്, ഇതെല്ലാം ഗാഡ്ഗിൽ റിപ്പോർട്ടോടെ ചേർത്ത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജെയ്സ് പാണ്ഡനാട്. ശ്രീ പി സി ജോർജ്, ഈ മുല്ലപ്പെരിയാർ ഡാം
തകർന്നാൽ അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. നമുക്കറിയാം ഇന്ത്യയുടെ തന്നെ തന്ത്രപ്രധാനമായ പല സ്ഥാപനങ്ങളും ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെയാണ്. വലാർപാടം ടെർമിനൽ, അതോടൊപ്പം തന്നെ കൊച്ചിൻ റിഫൈനറി, സദേൺ നേവൽ കമാൻഡ്, ഷിപ്പ് ബിൽഡിംഗ് ആ ഒരു സ്ഥാപനം, അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈ അറേബ്യൻ കടലിൽ എത്തിച്ചേർന്നാൽ ആ അറബിക്കടൽ എങ്ങനെ അതിനോട് പ്രതികരിക്കും നമുക്കറിയത്തില്ല. മുംബൈ തീരത്തെയൊക്കെ എങ്ങനെ ദോഷകരമായി ബാധിക്കും നമുക്കറിയത്തില്ല. എന്നിട്ടും ഈ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു പ്രശ്നം മുൻപിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നില്ല? നേരത്തെ ശ്രീ ജോണി നെല്ലൂർ സൂചിപ്പിച്ചു, DMK ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രീ ജോണി നെല്ലൂർ സൂചിപ്പിച്ചു. ഈ അധികാര രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ ഈ ഒരു രാഷ്ട്രീയമായ പരിഹാരത്തിന് ഈ ഒരു പ്രശ്നത്തിന് തടസ്സം നിൽക്കുന്നത്? ശ്രീ PC ജോർജ്. ജോർജ്, അതായത് ഞാൻ ഒരു കാര്യം പറയാം. 999 വർഷത്തേക്ക് ഈ ഡാം നിൽക്കുകയല്ലേ. ഏതായാലും ഒരു തർക്ക പ്രശ്നമില്ല. ഒരു ഡാം അങ്ങ് പണിയാന്ന് വെച്ചാൽ പ്രശ്നം തീരുകയല്ലേ. അത് തീർത്താ ഒക്കുകയല്ല. എന്താ, ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിതമാർഗമാണിത്. കേരളത്തിൽ തമിഴ്നാട് അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ ഇരിക്കുന്ന മാന്യന്മാർ അത് മേടിക്കാനും തയ്യാറാണ്. അതിന്റെ ചരിത്രം പറഞ്ഞാൽ നാറും. അതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. ജോണി ഹിന്റ് ചെയ്തല്ലോ. എന്റെ മനസാക്ഷിക്ക് അത് പറയണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ക്ഷമിക്കുക, മാക്സിമം പറയും, താമസിയാതെ പറയും. എനിക്കിപ്പോ തമിഴ്നാട്ടിൽ ഏലത്തോട്ടം വേണമെന്നെങ്കിൽ വളരെ എളുപ്പമാണ്. വളരെ സ്ട്രോങ് ആയിട്ട് 2 ഭാഗം സംസാരിച്ചാൽ മതി. കാരണം ഞാനിത് വെറുതെ പറയുന്നില്ല ജോർജി. ഞാൻ 97 ഉൾപ്പെടെ 2 പ്രാവശ്യം നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പം 6 പ്രാവശ്യം ഈ ഡാം സന്ദർശിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കായി. അത് കുമ്പളിയിലെ കച്ചവടക്കാരുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി പരിഹരിക്കാൻ അതിന്റെ സമയക്കുറവായി ചുരുക്കുന്നത്. ഞാനിവിടെ ആദ്യം ചെല്ലുമ്പോൾ തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലൊരു സെക്ഷൻ ഓഫീസ് പോലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇല്ല. അറിയാമോ? അത്രമാത്രം പുച്ഛത്തോടുകൂടിയാണ് കേരളം കണ്ടിരുന്ന ആ ഡാമിനെ. നമുക്കൊന്നും അല്ലെന്നുള്ളത് നമുക്കെന്ന് ഘട്ടം എന്ന നിലയായിരുന്നു. ആ ഡാമിന്റെ താഴോട്ട് ഇറങ്ങാൻ ഒരു ഗുഹയുണ്ട്, വലിയ കിടങ്ങ്. താഴോട്ട് ഇറങ്ങി പോകണം നടയിലൂടെ, ഗോവണിയിലൂടെ. ഞാൻ അതിൽ ഇറങ്ങിപ്പോയവനാ. ഞാൻ താഴെ ചെന്നപ്പോ എന്റെ ചങ്കിടിച്ചു. കാരണം എന്താണെന്നറിയാം, ഇന്നാണെ ഇറങ്ങല. ഒരുമാതിരി പേടി. നമ്മുടെ എം ഇ ജയരാജൻ, നമ്മുടെ മുഖ്യമന്ത്രി വൈസ് സെക്രട്ടറി എന്ന പഴയ MLA, അദ്ദേഹം ഞാൻ കമ്മിറ്റിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്റെ കൂട്ടത്തിൽ. നമ്മുടെ റോഷി അല്ല, നമ്മുടെ EJ അഗസ്തി MLA, അന്ന് അദ്ദേഹം MLA എന്റെ കൂടെ താഴെ ചെന്ന അയ്യമാഗസ്തി. എന്റെ പണി അവിടെ താഴെ ചെന്നപ്പോ നമ്മുടെ തോട്ടിലൂടെ വെള്ളം ഒഴുകില്ല. അതുപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക ഡാമിന്റെ അടിയിൽ നിന്നാ. ഒന്ന് ആലോചിച്ചേ, ഞടുങ്ങിപ്പോയി ഞങ്ങള്. ഞാൻ അവിടെ നിൽക്കുമ്പോ തന്നെ ഇത് പൊട്ടിയാലോ എന്ന് ഞാൻ പേടിച്ചു പോയി. അതായത് റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഏതായാലും 999 കൊല്ലത്തേക്ക് നിൽക്കുകയല്ല, പിന്നെ എന്തിനെ ഡാം എടുത്താ പോരെ, പണിയേരാ. പാപ്പടെ 1000 കോടി രൂപ പോരെ? കേരളയിൽ 1 ലക്ഷം കോടി രൂപ ആണല്ലോ. ഇത് 1000 കോടി കൊണ്ട് തീരുമല്ലോ. അത് എടുത്താ പോരെ? ഇത് വലിയ ജനകീയ പ്രക്ഷോഭം വേണ്ടി വരും, അല്ലാതെ തീരുകയാണ്. ഇപ്പൊ ഇവിടെ ചോദിച്ചു ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കും, എനിക്ക് ആർക്ക് പ്രവചിക്കാൻ കഴിയും? ഞാൻ ഒറ്റയെണ്ണം പറയാം. 1975 ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം പൊട്ടി ദുരന്തം ഉണ്ടായത്. നമ്മുടെ ഏറ്റവും വലിയ നാശം തീർച്ചയായിട്ട് ബാങ്കിയാവോ ഡാം ചൈനയിലെ തകർന്നു. അത് പൊട്ടി. ഇതുപോലെ വന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിന്റെ ശാസ്ത്രലോകം മുഴുവൻ പറഞ്ഞത് പൊട്ടും, ഇത് പൊട്ടേണ്ടതാണ്, പൊട്ടേണ്ട നിലയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും നമ്മുടെ ചൈനക്കാർ സമ്മതിക്കില്ല. മനസ്സിലായി? അത് 62 ഡാം കൂടെ കൂട്ടത്തിൽ തകർന്നു. ഇവിടെ 79 ഡാം കൂട്ടത്തിൽ തകർന്നു. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് പറ്റിയ എന്താ, ഈ ബാങ്കിയാവോ ഡാം തകർന്നപ്പോൾ സംഭവിച്ചതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡാം പട്ടികഴിഞ്ഞ് പ്രദേശം മുഴുവൻ തകർന്ന് മനുഷ്യൻ മുഴുവൻ മരിച്ചു വീണു. 2.5 ലക്ഷത്തോളം ആളുകൾ, കുറിച്ച് ഏകദേശ കണക്ക്. ആ 2.5 കോടി ജനം പോയെന്ന് പറയുന്നത് ആർക്കും അറിയത്തില്ല, കണക്കില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതില് ഒരു 2 ലക്ഷത്തോളം ആളുകൾ മരത്തേലും തകർന്ന് കെട്ടിടത്തിന് മുകളിലും പിടിച്ചു കിടന്നു. വെറും ഒരു 2.5 ലക്ഷത്തോളം ആളുകൾ എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് മനസ്സിലാക്കണം, അവര് ആ പിടിച്ചു കിടന്ന 23,000 ആളുകൾ, 2.5 ലക്ഷം 23,000 ആളുകൾ പിടിച്ചു കിടന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഹെലികോപ്റ്ററിലൂടെ ഭക്ഷണം കൊടുത്തു. ചാടാൻ പറ്റും, ചാടിയാൽ 20 മീറ്റർ പൊക്കത്ത് ചെളിയാ, പൂട്ടുപോകും. അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, ഭക്ഷണം കൊടുക്കുന്ന ഹെലികോപ്റ്ററിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല, അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ 23,000 ആളുകളും സാംക്രമിക രോഗം പിടിച്ച് മരിച്ചു. അറിയാമോ? അവര് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ പരസ്പരം ചത്തൊഴുകി വന്ന ശവം പോലും തിന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്താ ഇത് പറഞ്ഞെന്നറിയാമോ? ഈ ഡാം പൊട്ടിയുള്ള ഗതി പറയാൻ, ഈ ഡാം പൊട്ടിയാൽ എത്രയാ? 100 കിലോമീറ്റർ നീളം. മനസ്സിലായോ? 1 കിലോമീറ്റർ പൊക്കം, 100 മീറ്റർ വീതി. അതായത് 100 കിലോമീറ്റർ നീളവും
1 കിലോമീറ്റർ പൊക്കവും 100 മീറ്റർ വീതിയുമുള്ള ഒരു ഫലകം ഒന്ന് ചിന്തിച്ചു നോക്കും മനസ്സിൽ. അത് പോയി നേരെ അറബിക്കടലിൽ ആ കടൽ എവിടെ നിൽക്കും? കടല് ഒരു സംശയമുണ്ട്, കടല് താങ്ങാൻ കഴിയില്ല. ഇത് ഈ കടലിന്റെ മറുഭാഗത്ത് ഏത് രാജ്യമാണ് അങ്ങോട്ട് വരും? ഭയങ്കരമായി സുനാമി ദുരന്തമുണ്ടാവും. ബോംബെ ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലാ അതിർത്തികളിലും തകർന്നു വീഴും. ഇത് കേരളത്തിന് മാത്രം നാശമല്ല, ഇന്ത്യയിലെ നാശമാവും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നാശമായിരിക്കും. കാരണം ഈ വെള്ളം അറബിക്കടലിലേക്ക് ചെന്ന് പതിച്ചാൽ പറയും 100 കിലോമീറ്റർ നീളത്തുള്ള വലിയൊരു കട്ടയാണ്. വെള്ളക്കട്ട പോയി ഇറങ്ങുക. അതാ ജല ബോംബെന്ന് മണി സഖാവ് പറഞ്ഞത്. ഇത് ഒന്നുമില്ലെന്ന് ഇരിക്കുക. എനിക്ക് തമിഴ്നാട്ടിൽ 500 ഏക്കർ ഏലത്തോട്ടം കിട്ടിയത് മതി എന്ന് പറഞ്ഞിരുന്നാലോ? ഇവിടെ വന്നതാ. ഞാൻ പെറ്റിഷൻ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ചെന്നപ്പോ ഉദ്യോഗസ്ഥന്മാരും മാന്യന്മാരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഞാൻ സ്നേഹമായിട്ട്, വളരെ സ്നേഹമായിട്ട് ചായ കൊടുത്ത് ഇറക്കി വിട്ടവരെ. അന്നേരം എനിക്ക് മനസ്സിലായി അന്നും ഇതുപോലെ ചർച്ചയ്ക്കൊക്കെ ആളുണ്ടായിരുന്നു. പക്ഷേ ആ തമിഴ്നാട് സംഘം വന്ന് കേരളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ സംസാരിക്കാൻ ആളില്ല. ഞാൻ മാത്രം ഒരു മടയൻ മാറി. ബാക്കി എല്ലാവരും സംസാരത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് എന്ത് ഗതി ചെയ്ത്. കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വം വേണ്ടേ മനുഷ്യന്? ഈ കേരളമല്ല ഇത്. 3,69,00,000 ജനമുണ്ടെന്ന് ഓർക്കണം. ജീവിക്കാൻ മാർഗമില്ല. ഇപ്പം ഏറ്റവും ദാരിദ്ര്യം ഇല്ലാത്ത രാജ്യമാണെന്നാ പറയുന്നത് കേരളം. മനസ്സിലായില്ലേ? അത് അതിന്റെ ഔദ്യോഗിക കണക്കുകളൊന്നും. ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഈ കുടുംബശ്രീ പദ്ധതി ഒക്കെ ആയിട്ട് ഒരുമാതിരി മനുഷ്യൻ ജീവിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം തീരും ഈ ഒറ്റ ഡാം പൊട്ടലോടെ. ഈ ഡാം പൊട്ടിയാൽ തീർന്നു. കുടുംബശ്രീയും ഇല്ല, ദാരിദ്ര്യവും ഇല്ല. ശ്രീ പി സി ജോർജ്, അങ്ങ് വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണമുണ്ട്. കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ തമിഴ്നാടിന് അനുകൂലമായിട്ട് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു. അതാണ് കേരളം പലപ്പോഴും ഈ നിയമ പോരാട്ടത്തിൽ പരാജയപ്പെടുന്നത്. ആ ആരോപണത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ശ്രീ പി സി ജോർജ്? എന്തിനാ ഉദ്യോഗസ്ഥന്മാരെ പറയുന്നത്? രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ചെയ്യുന്നത്. പിന്നെ എന്തിനാ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞിട്ട് കാര്യം? ഉദ്യോഗസ്ഥന്മാർ കേരളത്തിന്റെ ഭാഗമല്ലേ? എന്താ സംശയം? ഞാൻ ചോദിക്കട്ടെ, ഇത്തവണ ആ 13 മരം മുറിക്കാൻ ഓർഡർ കൊടുത്തല്ലോ. ആ ഓർഡർ എങ്ങനെ ഉണ്ടായി? ഞാൻ റോഷി ഹാരിസോട് ചോദിച്ചു, റോഷി താൻ ഇട്ട ഓർഡർ ആണോ, താൻ അറിഞ്ഞാണോ? റോഷിയെ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നങ്ങനെ എന്നോട് പറഞ്ഞു. അത് ഞാൻ ചോദിക്കുക. കാരണം റോഷി പറഞ്ഞു എന്റെ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ടല്ല ഓർഡർ ഇട്ടതെന്ന്. വനമന്ത്രി AK ശശീന്ദ്രൻ, പാവം, എനിക്ക് സങ്കടമുണ്ട്, ആരോഗ്യക്കുറവൊക്കെയാ, അങ്ങേരോട് ബന്ധപ്പെട്ടു. അങ്ങേര് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്റെ വനം വകുപ്പ് അറിഞ്ഞുകൊണ്ടല്ല ഓർഡർ ഇട്ടത്, അവനെ വിടുകയല്ലെന്നാ പറയുന്നത്. ഏത് അസിസ്റ്റന്റ് കൺസർവേറ്ററി ഓർഡർ ഇട്ടവനെ. ഞാൻ വിശദമായിട്ട് പഠിച്ച് എന്റെ കണക്കെല്ലാം എടുത്ത് നോക്കിയപ്പോ എന്നതാ, ഇറിഗേഷന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുറിയിൽ ഈ ഫോറസ്റ്റിന്റെ സെക്രട്ടറി, ഇറിഗേഷൻ സെക്രട്ടറിയും 3 IAS ഒപ്പിട്ടിരിക്കുന്നത്. IAS ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതിന്റെ സ്റ്റാഫിലെ 14 പേര് ഒപ്പിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഈ ഓർഡർ പോയിരിക്കുന്നത്. അതായത് മന്ത്രിമാരെ പോലും അവഗണിച്ചെന്ന്. ആരെ? മന്ത്രിമാരെ അവഗണിച്ചുകൊണ്ട് സെക്രട്ടറിമാരും നിങ്ങളുടെ ഓർഡർ ഇറക്കണമെങ്കിൽ ആര് പറയണം? യാതൊരു സംശയം വേണ്ട, മിണ്ടാതെ നടക്കുന്ന, ഊമനായിട്ട് നടക്കുന്ന, ഇതിനകത്ത് ഏറ്റവും വലിയ കൊള്ളക്കാരനായ ശ്രീ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയായത്. ഞാൻ അദ്ദേഹത്തെ കൊള്ളക്കാരെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കൊള്ളയാണിത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം അറിയാതെ ഓർഡർ ഉണ്ടാവുമോ? ഒരു ഉദ്യോഗസ്ഥൻ അനങ്ങുമോ? ഒന്ന് ആലോചിച്ച്. അപ്പം മന്ത്രിമാർ 2 പറഞ്ഞില്ല, അത് സത്യമാണ്. ആ 2 പൊട്ടന്മാർ എന്ത് വാക്ക് ഞാൻ പറയുന്നില്ല, പാവങ്ങളെ പിന്നെ മോശമല്ലേ മന്ത്രിമാരെ പറ്റി പറയുന്നത്. പക്ഷേ അവരെന്തിനവിടെ ഇരിക്കുന്നു? ഇന്ന് ആ വകുപ്പല്ലെന്ന്, എല്ലാ വകുപ്പിലും അങ്ങനെയല്ലേ ഭരണം നടക്കുന്നത്. പിണറായിക്ക് സൗകര്യമുള്ള ചെയ്യും. ആർക്ക് മന്ത്രിമാർ ഇവിടെ വല്ലവരും ഉണ്ട്? ഒരു ആന്റണി രാജു ഉണ്ട്, ഒരു മന്ത്രി, പിന്നെ ഒരു റിയാസും ഉണ്ട്. വേറെ ആരാ മന്ത്രിമാരുള്ളത്? ആരുണ്ട് മന്ത്രിമാർ കേരളത്തിൽ? ആ ട്രാൻസ്പോർട്ട് മന്ത്രി എന്നാ സംഭവം ആന്റണി രാജു എന്താന്ന് ചോദിച്ചാൽ, പിണറായിക്ക് വേണ്ടി ഭരണമില്ലാത്ത കാലത്ത് സംസാരിക്കാൻ ഈ മാന്യനെ ഉണ്ടായിരുന്നു ആന്റണി രാജു. അതുകൊണ്ട് ആന്റണി രാജു എന്തും ചെയ്യാം. റിയാസ് മകളെ കെട്ടിയവരാണല്ലോ, എന്തും ചെയ്യാം. വേറെ ആരുണ്ട് ഭരിക്കുന്നത്? ഒരു മന്ത്രിയില്ല. മന്ത്രിമാരെല്ലാം മഫന്മാരായി മാറിയിരിക്കുന്നു. ഞാൻ ചോദിക്കും, ജോണിയറിനോട് ചോദിച്ചു, ഇത്രയും സീനിയറായ ഒരു പൊതുപ്രവർത്തകല്ലേ, ചോദിച്ചേ ഇറിഗേഷൻ മന്ത്രി അറിയാം, ബാക്കി ഏത് മന്ത്രിയുടെ പേരറിയാമെന്ന് ഒന്നും അറിയത്തില്ല. എനിക്കറിയത്തില്ല ജോണി, സത്യം പറയുക. മന്ത്രിമാരാന്ന് എങ്ങനെ പറയും? മണിസഖാവുണ്ട്, മണിസാവിനെ വീട്ടിൽ കയറ്റി വിട്ടു. ആ സുധാകരൻ സഖാവുണ്ട്, അറിയാമായിരുന്നു, അയാളെ വീട്ടിൽ കയറ്റി വിട്ടു. അദ്ദേഹം ഒരു നല്ല മന്ത്രിയല്ലായിരുന്നു. ആ ടീച്ചർ ഉണ്ടായിരുന്നു, ആ ടീച്ചറെ മാറ്റിച്ച് ഒരു മന്ത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മന്ത്രിയുടെ ഗതി എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ കൊറോണ രാജ്യമായിട്ട് കേരളത്തെ മാറ്റി തരാ ഈ മന്ത്രിയുടെ കാലത്തല്ലേ? ഈ മന്ത്രിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഒരു തെറ്റാണെന്ന് എന്റെ അഭിപ്രായം. ഇത് പറയുമ്പോ
മന്ത്രിമാരെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ കുന്തം അപമാനിക്കുന്നത്. ഇത് അപമാനിക്കാനുള്ള വർത്തമാനം പറഞ്ഞില്ല, പറയാൻ പോകുന്നുള്ളൂ. ഇനി കടുപ്പിച്ച് വർത്തമാനം പറയേണ്ടി വരും ഇതൊക്കെ, അല്ലാതെ രാജ്യത്ത് കാര്യം നടക്കും. സുപ്രീം കോടതിയിൽ കുറ്റം പറയാം. വക്കീലന്മാർ കാശ് കൊടുത്താൽ വക്കീലന്മാരുടെ ഫീസ് മേടിച്ച് അവർ പറയും കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ജസ്റ്റിസ് കെ ടി തോമസിനെ പറ്റി പറഞ്ഞു, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മാന്യനായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇതിനകത്ത് വീണതിൽ എനിക്ക് സങ്കടമാണ്. കെ ടി തോമസ്, അങ്ങോട്ട് ഞാൻ പറയുന്നത് പാപമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. അങ്ങ് ഇതിനകത്ത് കൈക്കൂലി മേടിച്ചു എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും എന്തോ ഒരു കുഴപ്പം അങ്ങേക്കുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങല്ലെങ്കിൽ ഇപ്പൊ ഇതിന് വൃത്തിയുടെ എഴുതി വെക്കുമോ? അങ്ങേ വിശ്വസിച്ചല്ലേ കേരളത്തെ ജനങ്ങൾ അങ്ങേ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച ജോലി അങ്ങ് മാന്യമായിട്ട് ചെയ്യണ്ടേ? അങ്ങ് എന്തോ ഒരു മര്യാദകേടാ ചെയ്തത്. അങ്ങ് മറ്റു പല കാര്യങ്ങളും ഒരു ആർബിട്രേറ്റർ ജോലി ചെയ്യുമ്പോൾ വളരെ സത്യസന്ധമായി ചെയ്യുന്ന എനിക്കറിയാം. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങും പോയി. കാരണം തമിഴ്നാട്ടുകാരുടെ മുമ്പിൽ അങ്ങും കണ്ണടച്ചു കൊടുത്തു. അപ്പോ ഞാൻ സ്വാഭാവികം അങ്ങേ സംശയിക്കുന്ന കുറ്റം പറയാമോ? തമിഴ്നാട്ടിൽ എന്റെ അടുത്ത് വന്നല്ലോ, എത്ര ഏക്കറാ വേണ്ടതെന്ന് ചോദിച്ചു, ഏലത്തോട്ടം. അതുപോലെ ഇങ്ങനെ പല മാന്യന്മാരുടെ അടുത്തും ചെന്ന് കാണുമല്ലോ. ഈ തമിഴ്നാട് ഉദ്യോഗസ്ഥരാണോ അങ്ങയുടെ അടുത്ത് വന്നിരുന്നത്? ആ സമയത്ത് തമിഴ്നാട് ഉദ്യോഗസ്ഥരായിരുന്നു? ഉദ്യോഗസ്ഥർ തന്നെ, പൊളിറ്റിക്കൽ നേതാക്കന്മാരും ഉണ്ട്. എന്ന് വിളിച്ചു നോക്കുന്നു. ഞാൻ ഇച്ചോട് കടത്തി പറയാം. ജോണി പറഞ്ഞ ഒരു കാര്യം, 2019 ഏപ്രിൽ 5-ാം തീയതി CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ എന്ന് യെച്ചൂരി ഒപ്പിട്ട് തെരഞ്ഞെടുപ്പ് അവിടെ കൊടുത്ത കണക്കുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഒപ്പി കൊടുത്ത കണക്ക്. അതിന് എന്റെ ഇരിപ്പുണ്ട്. ഏപ്രിൽ മാസം 2005-ാം തീയതി 12.5 കോടി രൂപ DMK-യുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുക. അതെന്തിനാ? DMK പാർട്ടിയിൽ നിന്ന് CPM എന്തിനാ 12.5 കോടി രൂപ മേടിക്കുന്നത്? എന്റെ ആവശ്യം പറ. അത് നേരിട്ട് കണക്കിൽ 12.5 കോടി, കണക്കില്ലാതെ എത്ര കോടിയുണ്ട്? ഇതായിട്ട് ഞാൻ അങ്ങോട്ട് ജോർജ് എപ്പം വേണം ഇതങ്ങോട്ട് ഫാക്സ് ചെയ്ത് തരാം. എന്റെ ഇരിപ്പുണ്ട്. 12.5 കോടി രൂപ മേടിച്ചിരിക്കുക. ഏതാ 5-ഓ 6-ഓ ചെക്കായിട്ടാണ് മേടിച്ചിരിക്കുന്നത് 12. അപ്പൊ ചെക്കില്ലാതെ എത്ര മേടിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, അവര് DMK പ്രാദേശിക പാർട്ടിയിൽ നിന്ന് എന്തിന് ഇത്ര കോടി രൂപ മേടിച്ചു പറയണ്ടേ അവര്? ആ രൂപ കണക്കുണ്ടോ? കണക്കില്ലാത്ത എത്ര രൂപ ഉണ്ട്? ഇതൊക്കെ കൊള്ള. എന്റെ പൊന്നു ജോർജ്, ഇത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, മുടിഞ്ഞു. ഇത് നന്നാവില്ല. ഇത് നന്നാകണമെങ്കിൽ ഇറങ്ങണം, അരിവാളും കുറുവടിയായിട്ട് ജനം റോഡിൽ ഇറങ്ങണം. ഈ രാഷ്ട്രീയക്കാരെ വഴി പൊതിരിയിട്ട് തല്ലണം, അപ്പൊ നന്നാവും. അല്ലെങ്കിൽ നന്നാകാൻ സാധ്യതയില്ലെന്ന് അഭിപ്രായം. വളരെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ആരോപണം തന്നെയാണ് ശ്രീ PC ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ, ശ്രീ PC ജോർജ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള ജനതയെ ചതിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന രീതിയിൽ ഒരു സമാന്തര ഒരു ഭരണ സംവിധാനം കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും പ്രവർത്തിക്കുന്നതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ ശ്രീ ജോണി നെല്ലൂർ? ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിന് അടിവരയിടുക. മന്ത്രിമാരെ കുറിച്ച് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, അതെനിക്ക് വേറെ അഭിപ്രായമുള്ളത്. പക്ഷേ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും സംശയാസ്പദമാണ്. ഞാൻ ഇപ്പൊ PC ജോർജ് പറഞ്ഞ KT തോമസിനെ കുറിച്ച് എനിക്കും അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ്. പക്ഷെ ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞത് എംപവേർഡ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം ഡൽഹിയിൽ ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയ സന്ദർഭത്തിൽ കേരളത്തിന്റെ വിശാലമായ കേരള ഹൗസ് ഉണ്ട്, ട്രാവൻകൂർ ഹൗസ് ഉണ്ട്, അവിടെയൊക്കെ സൗകര്യപ്രദമായി താമസിക്കാവുന്ന സൗകര്യം ഉണ്ടായിട്ടും അദ്ദേഹം താമസിച്ചത് എവിടെയാണ് എന്ന് ചില ആളുകൾ സൂചിപ്പിച്ചു. സംശയാസ്പദമല്ലേ? ജോർജിന് അറിയാമായിരിക്കും. അദ്ദേഹം, ഞാൻ സബ്ജക്ട് ടു കറക്ഷൻ, അദ്ദേഹം തമിഴ്നാട് ഹൗസിലാണ് താമസിച്ചതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ അവർ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വ്യക്തിയെ കുറിച്ച് പറയല്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോ അന്ന് 2014 ഉയർന്നു വന്ന സമരം അത് അതേ വിധത്തിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ പുതിയ ഡാം ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന്. പിന്നീട് അത് സൈലന്റ് ആയി. അന്ന് നമ്മുടെ സംസ്ഥാനം ഭരിച്ചിരുന്ന മന്ത്രിമാർ പോലും ഉറക്കമില്ല എന്ന് പറഞ്ഞൊക്കെ രംഗത്ത് വന്ന് നമുക്കറിയാമല്ലോ. അതൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്. ഇപ്പോ ഉള്ള സ്ഥിതി എന്താ? ഇപ്പോ ഇവിടെ ഒറ്റപ്പെട്ട സമരം, ഇപ്പൊ ജോർജ് പോയൊരു സമരം ഉദ്ഘാടനം, ഞാൻ ഒരു ദിവസം ഒരു പകൽ മുഴുവൻ അവിടെ ഉപവാസമായിരുന്നു. ഈ കഴിഞ്ഞ 19-ആം തീയതി ഞാനും ഫ്രാൻസിസ് ജോർജ് XMPയും നമ്മുടെ മോഹൻ ജോസഫ് MLA-യും ജോയി എബ്രാഹിം XMPയും ഒക്കെ അടക്കം ഞങ്ങൾ അവിടെ ഇരുന്ന ഒരു ദിവസം ഉപവാസം ഇരുന്നു. അതൊക്കെ ഒരു സമരത്തിന്റെ പല മാർഗങ്ങളാണ്, സ്ഥലഭാഗങ്ങളാണ്. ഇപ്പൊ നാളെ ബഹുമാനായ ഇടുക്കിയുടെ MP, ഞങ്ങളുടെ മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന ഇടുക്കിയുടെ MP
ഡീൻ കുര്യാക്കോസ് മറ്റന്നാള് 24 മണിക്കൂർ ഉപവാസം ഇരിക്കുക ചെറുതോണിയിൽ. മറ്റന്നാൾ രാവിലെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ഉപവാസ സമരം 5-ാം തീയതി രാവിലെ 10 മണി വരെ തുടരുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇന്ന് ഡൽഹിയിലുണ്ടായ സമരം ഇപ്പോ ബഹുമാനായ ജോർജ് ആദ്യം പറഞ്ഞല്ലോ. ഇന്ന് കേരളത്തിലെ MP-മാർ 3-4 MP-മാർ വളരെ വെഗമെന്റ് ആയിട്ട് വാദിച്ചു. കെ പ്രേമചന്ദ്രൻ, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ അടക്കമുള്ള ഏതാനും MP-മാർ ഡീൻ കുര്യാക്കോസിനോടൊപ്പം നിന്നുകൊണ്ട് അതിശക്തമായി അവിടെ വാദിച്ചത് നാം കണ്ടു. അപ്പോ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇവിടെ ജോർജ് സൂചിപ്പിച്ചത് അതിശക്തമായ സമരമാണ് ഇപ്പൊ വേണ്ടത്. മൗനം വെടിയണം മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ മൗനം സംശയാസ്പദമാണ്. അദ്ദേഹം മൗനം വെടിഞ്ഞ് അദ്ദേഹം ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ വികാരത്തോടൊപ്പം വരണം. അതെപ്പോഴും അവിടെ ആവശ്യം. അതുപോലെ ഇത് രാഷ്ട്രീയക്കാരെ അടച്ച് ജോർജ് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. രാഷ്ട്രീയക്കാരിൽ നമ്മളൊക്കെ, ഞാൻ 91 MLA ആയി അന്ന് ഞാൻ സബ്ജക്ട് കമ്മിറ്റി, നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ നിരവധി സബ്ജക്ട് കമ്മിറ്റികളുണ്ട്. ഞാൻ അതിൽ 3-ാം നമ്പർ സബ്ജക്ട് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. 10 വർഷം തുടർച്ചയായിട്ട് കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഞാൻ. ആ അംഗമായിരുന്നപ്പോൾ 3-4 പ്രാവശ്യം മുല്ലപ്പെരിയാർ ഡാമിൽ ഞങ്ങൾ പോയി. പല ആക്ഷേപങ്ങൾ വന്നു. അവിടെ ചെന്നപ്പോ അന്ന് ഞങ്ങളോടൊപ്പം ഒന്ന് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ബഹുമാനപ്പെട്ട ഒരു അംഗം ഈ നമ്മുടെ കാലൻ കൊടയില്ലേ, ആ കൊടയുടെ മൂട് കൊണ്ട് കുത്തിയപ്പോ അങ്ങ് തുളഞ്ഞു കയറിയിട്ട് അതിലെ വെള്ളം ചീറ്റി വന്നൊരു സംഭവം ഞാൻ ഇന്നും ഓർക്കുക. അപ്പൊ പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ ശകാരിച്ചു. നമ്മൾ ഇവിടെ നിൽക്കുമ്പോ അതിലേകം വെള്ളം ഒഴുകി വന്ന് നമ്മളെല്ലാം കൂടെ ഒഴുകി പോകും. അതുകൊണ്ട് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത്രമാത്രം ബലക്ഷയം ഉണ്ട് എന്ന്, ബലമില്ല എന്ന് അന്ന് ബോധ്യപ്പെട്ട കാര്യം. അത് സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 3 റിപ്പോർട്ടും കൊടുത്തതാ. ജോർജ് ഉണ്ട് അന്ന് നിയമസഭയിൽ. ആ റിപ്പോർട്ടും കൊടുത്തതാ. ആ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അതിന്മേൽ പോലും ശക്തമായ ഒരു നടപടിയിലേക്ക് നീങ്ങുവാൻ കഴിഞ്ഞില്ല. ആ റിപ്പോർട്ട് ചെയർമാനെ സബ്ജക്ട് കമ്മിറ്റി നല്ല റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ, അതാ ഞാൻ പറഞ്ഞു. ഞാൻ അതിലെ മെമ്പറായിരുന്നു. TM ജേക്കബ് ചെയർമാൻ ആയിരുന്ന കമ്മിറ്റിയില് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മെമ്പറായിരുന്നു. ഞാൻ അതിലെ മെമ്പറായിരുന്നു. 10 വർഷം തുടർച്ചയായിട്ട് ഞാൻ മെമ്പറായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അന്നുണ്ടായ ആ റിപ്പോർട്ട് ജോർജോട് പറഞ്ഞ പോലെ ജോർജിന്റെ നേതൃത്വത്തിലുള്ള പെറ്റീഷൻ കമ്മിറ്റി 2-3 പ്രാവശ്യം പോയി. ആ റിപ്പോർട്ടുകൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ നമുക്ക് എന്താ വിഷയം? വലിയൊരു ആശങ്കയില്ല നമ്മള്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ 6 ജില്ലകൾ എന്ന് പറയുന്നത്, ആ ജില്ലകൾക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യക്കുറവുണ്ടോ? ചില ആളുകളുടെ മൗനമൊക്കെ കാണുമ്പോൾ അങ്ങനെ പോലും സംശയിച്ചു പോയ തെറ്റില്ല. ഈ 6 ജില്ലകളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളാണ് കൂടുതലും. പാവപ്പെട്ട അധ്വാനിക്കുന്ന, മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവരങ്ങ് കാഴ്ചപ്പാടാണോ? ഞാൻ ജാതീയമായി പറയുന്നില്ല, അതും നമ്മൾ വിലയിരുത്തേണ്ടി വരും. ആരാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ താമസിക്കുന്ന ആളുകൾ ആരാണ്? ഇപ്പൊ പല സ്ഥാപനങ്ങളും പോകുന്ന കാര്യം പറഞ്ഞു, വല്ലാർപാടം ഉൾപ്പെടെ. അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി എയർപോർട്ട് പോകുന്നത് അതുപോലും പോകും, അവിടെ നിൽക്കില്ല. ഇപ്പൊ പോലും കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് എത്ര ദിവസം ആ എയർപോർട്ട് അടച്ചിട്ടുണ്ട് വന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടന പോലും കേരളം തകരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഉണ്ടായിട്ടും എന്തുകൊണ്ട് മൗനം വെടിയുവാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല? അവിടെയാണ് ഞാൻ മണിയാശാനെ അഭിനന്ദിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ജോർജ് പറഞ്ഞൊരു വാചകം ഞാൻ അടിവരയിട്ട് പറയുന്നു. ശക്തമായി ജനങ്ങൾ ഇറങ്ങണം. ജനങ്ങൾ ഒന്നാകെ, രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന് ജനങ്ങൾ ഒന്നാകെ, മാധ്യമങ്ങളും കൂടണം. അങ്ങനെ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം ചേർന്ന് ഇറങ്ങിയാൽ ഗവൺമെന്റുകളുടെ കണ്ണു തുറക്കും. നമുക്കിപ്പോ നമ്മുടെ മണ്ണിലാണ് ഡാം പണിയേണ്ടത്, നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ. അവിടെയാണ് പ്രത്യേകത. അതിനാണ് നമ്മളൊരു അനുവാദത്തിന് വേണ്ടി ഈ കൈനീട്ടി നടക്കുന്നത്. നമ്മുടെ പണം മുടക്കി 1000 കോടി രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഡാം പണിയാമെന്ന് പറയുന്നത്. അന്നേരമാണ് ഇവിടെ 65,000 കോടി രൂപ മുടക്കി കേരളത്തെ ജോർജ് സൂചിച്ചാൽ 2-3 വെട്ടിമുറിക്കാൻ പോകുന്ന സിൽവർ ലൈൻ. ശ്രീ ജോണി നെല്ലൂർ, ഈ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ പുതിയ ഡാം പണിയുന്നതിന് നിലവിൽ നിയമപരവും സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം നിലവിൽ നിൽക്കുന്നുണ്ടോ ശ്രീ ജോണി നെല്ലൂർ? അതായത് ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഡീകമ്മീഷനിങ് വേണമല്ലോ. ഇപ്പൊ നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യണമെങ്കിൽ തമിഴ്നാടിന്റെ കൂടി കൺസെന്റ് വേണമെന്നാണ് ഇവിടെ നിയമപരമായ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഒരു കരാർ നിലവിലിരിക്കുന്നു. അപ്പൊ തമിഴ്നാടിന് യഥേഷ്ടം വെള്ളം കൊടുക്കുന്ന ആ ഡാം ഡീകമ്മീഷൻ ചെയ്താണല്ലോ നമ്മുടെ ഈ ഡാമിൽ വെള്ളം ശേഖരിക്കേണ്ടത്. അതാണ് ഒരു ചെറിയ നിയമ തടസ്സം ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പൂർണ്ണമായി അതിനെക്കുറിച്ച് അത്രയും ഗ്രാഹ്യമുള്ളൂ. മറ്റൊരു കാര്യം, മുല്ലപ്പെരിയാർ പൊട്ടും നമ്മൾ പറയുമ്പോ, മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ട എവിടെയാന്ന് പറയും, മുല്ലപ്പെരിയാർ അല്ല നമ്മുടെ ആശങ്ക. അതിൽ നിന്ന് വരുന്ന വെള്ളം ഇടുക്കി ഡാമിന് അത് ശേഖരിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല, തകരും. അതുകൂടി കാണണം. ജോർജ് ആ കാര്യം കൂടി പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇടുക്കി ഡാമിലേക്ക് ആ വെള്ളം ഡയറക്റ്റ് ഒഴുകി വരുന്നത്, ആ ഡാം തകരും. ആ ഡാമും കൂടി തകരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, ഇപ്പൊ ഞാനൊക്കെ മൂവാറ്റുപുഴയിൽ താമസിക്കുന്ന ആളാണ്, ഞങ്ങൾക്കൊക്കെ ഭീതിയാണ്.
ജോർജിനും ജോണി ഭീതിയാണ്. ജോണി ജോണി ഇടുക്കി ഡാം മാത്രമല്ല, അനുബന്ധമായി 69 ഡാം തകരും. എല്ലാം പോകും. അല്ല, ഇടുക്കിയാണല്ലോ പിന്നെ നമ്മൾ ഏറ്റവും വലിയ ഡാം കേരളത്തിലെ. ആ ഡാം പോലും പോവുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഗൗരവം ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല പല ആളുകളും. ആ ഉൾക്കൊള്ളണമെങ്കിൽ എന്താ വേണ്ടത്? രാഷ്ട്രീയം മറക്കണം. ഇവിടെ രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം. ശക്തമായി നമ്മുടെ മതസംഘടനകൾ, നമ്മുടെ എല്ലാവരും രംഗത്ത് വരണം. മാധ്യമ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ സംഘടനക്കാരെല്ലാം രംഗത്ത് വന്ന് അതിശക്തമായ സമരത്തിലേക്ക് പോയി. ഇവിടെ സുപ്രീം കോടതി ഇപ്പൊ ജോർജ് സൂചിപ്പിച്ച ഒരു കാര്യം എനിക്ക് സന്തോഷം തോന്നി. ആ സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ബഹുമാനരായ ഇപ്പോഴത്തെ ആ കേസ് കേൾക്കുന്ന ബെഞ്ചിലെ ജഡ്ജിമാരുടെ കമന്റ്സ് എന്താ ആശ്വാസം തോന്നിയത്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വികാരം അവിടെ പ്രകടിപ്പിച്ചത്. ആ വികാരം അനുസരിച്ച് ഒരു വിധി വന്നാൽ ഇപ്പൊ 142 അടി എന്നുള്ളത് പോലും നമുക്ക് സുപ്രീം കോടതിയുടെ അന്നത്തെ വിധിയാണല്ലോ. ആ 142 അടി നമുക്ക് ഇപ്പോഴും അപകടമുണ്ട്. ഇന്നലെയൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. ഇവിടെ ബഹുമാനായ ജയ്സ് സൂചിപ്പിച്ചതുപോലെ എന്താ പ്രശ്നം? 2 ദിവസം എന്താ കാണിച്ചത്? തെമ്മാടിത്തരല്ലേ കാണിച്ചത്? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഡാം അങ്ങ് നമ്മുടെ ഷട്ടർ തുറന്നു വിടുന്നു. 10 ഷട്ടർ. വണ്ടിപ്പെരിയാറില് നമ്മുടെ വള്ളക്കടവില് 249 വീടുകൾ മുങ്ങിപ്പോയെന്നാ പറഞ്ഞത് ഇന്നലെ. അപ്രതീക്ഷിതമായിട്ട് ജനങ്ങൾ ഓടുക, ജീവനും കൊണ്ട് ഓടുക. വെള്ളം വരുമ്പോ രാത്രി കിടന്നുറങ്ങുന്ന നട്ടപ്പാതിര നേരത്ത് വെള്ളം പൊങ്ങി വരുമ്പോൾ ആളുകൾ ഓടുക. നമ്മുടെ ഗവൺമെന്റ് റോഷി 2 ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ പറയണത് ഞാൻ എന്തെങ്കിലും കേട്ടല്ലോ. ഞങ്ങൾ തമിഴ്നാട് ഗവൺമെന്റിന് കത്തെഴുതി ഞങ്ങളുടെ അനുവാദം മേടിക്കണം തുറന്നുവിടാൻ. ആരുടെ അനുവാദം? എഴുതിയ കടലാസിന്റെ വില പോലും കൊടുക്കാതെ അവര് തുറന്നു, അവരടച്ചു. ഇതല്ലേ കേരളം? അപ്പൊ ഇത് കണ്ടിട്ട് പോലെ എന്തിയാ മുഖ്യമന്ത്രി മൗനം വെടിയാത്തത്? ഞാനിത് രാഷ്ട്രീയമല്ല, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനാണ്. മുഖ്യമന്ത്രിയുടെ പല കാര്യത്തിലും എനിക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മൗനം സംശയാസ്പദമാണ്. ഈ മൗനം അദ്ദേഹം വെടിയണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, ഓർമ്മക്കുറവ് അല്പം ഉണ്ടെങ്കിൽ അച്യുതാനന്ദൻ ഇന്നും ജീവിച്ചിരിപ്പല്ലേ? ആ മനുഷ്യൻ വാവിട്ട് കരയുന്നത് ഞാനും നിങ്ങളും കണ്ടതല്ലേ? അവിടെ പോയി നിന്നുകൊണ്ട് കൊല്ലുന്നേ കൊല്ലുന്നേ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ആ കരച്ചിൽ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് അത് കാണിക്കുന്ന കണ്ടിയെ. അതൊക്കെ നമ്മൾ ഇപ്പൊ മണിയാശൻ ഹൃദയം പൊട്ടി അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ഒരു ബോംബ് ഇരിക്കുക മുകളിൽ നിന്നും. എന്താ എന്നിട്ടും എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല? ആ മുഖ്യമന്ത്രിയെ കൊണ്ട് മിണ്ടിക്കണമെങ്കിൽ അവിടെയാണ് മാധ്യമങ്ങൾ. ഏതായാലും ഞാൻ ചെക്കിന ടെലിവിഷൻകാരെ അഭിനന്ദിക്കുക. നിങ്ങളെങ്കിലും മറ്റു ചാനലുകളൊക്കെ ചർച്ച ചെയ്തു, അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ വേറെ പലതും. നിങ്ങൾ അങ്ങനെയല്ല ജോണി ഏതാ പറഞ്ഞ ഇപ്പൊ പത്രങ്ങൾക്ക് പരസ്യം കിട്ടണമെങ്കിലേ മുഖ്യമന്ത്രി കനിയണം. പിന്നെ പത്രങ്ങളാണ്, നമ്മുടെ പത്രങ്ങളും ചാനലും ഒക്കെ പരസ്യത്തിന് പുറകെ കിടക്കുകയല്ലേ. അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ജോർജ് ഇതിന് മാറ്റം വരട്ടെ. ജോർജ് നമ്മൾ മാറ്റം വരട്ടെ. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ജനങ്ങളെ സംഘടിപ്പിക്കുവാനും ജനങ്ങളോടൊപ്പം ഇറങ്ങുവാനും തയ്യാറാണ് ഞാൻ. ജോർജും തയ്യാറാണ്, എനിക്കറിയാം ജോർജിന്റെ മനോഭാവം. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. അങ്ങ് വളരെ മനോഹരമായി തന്നെ ശ്രീ ജോണി നെല്ലൂർ ആ വിഷയം അങ്ങ് അവതരിപ്പിച്ചു. അവസാനമായി ശ്രീ ജെയ്സ് പാണ്ടനാൻ, നേരത്തെ ശ്രീ ജോണി നെല്ലൂരും ശ്രീ പി സി ജോർജും പറയുകയുണ്ടായി ജനങ്ങൾ ഇറങ്ങണം പ്രതിഷേധവുമായി. ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടത്? നമുക്കറിയാം, ഈ ഡൽഹിയിലൊക്കെ നാം കണ്ടു കർഷകർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവർ സമരത്തിനിറങ്ങി. അത്തരമൊരു മോഡൽ സമര രീതിയാണോ നാം സ്വീകരിക്കേണ്ടത്? ശ്രീ ജെയ്സ് പാണ്ടനാൻ. ഇവിടെ കൃത്യമായി രണ്ടുപേരും ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഇതിനോടകം തന്നെ ആളുകൾക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയമാണ്. ഒരു പൊളിറ്റിക്കൽ ബ്യൂറോക്രസി, ജുഡീഷ്യൽ കോൺസ്പിറസി ഇതിന് പുറകിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കെ ടി തോമസ് സാറിന്റെ നിലപാട് കേസിന്റെ നടത്തിപ്പിനെയും പുതിയ ഡാം എന്ന് പറയുന്ന നമ്മുടെ ആവശ്യത്തെ എങ്ങനെയാണ് അട്ടിമറിച്ചതും ദുർബലപ്പെടുത്തിയെന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു പുസ്തകമാണ് ജസ്റ്റിസ് കെ ടി തോമസിന്റെ വൈദ്യം ചികിത്സിക്കുന്നു ദൈവം സൗഖ്യമാകും. ഇതിനകത്ത് മുല്ലപ്പെരിയാർ കേരളം ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഡാം അതീവ സുരക്ഷിതമാണ് എന്നുള്ള നിലപാട് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും രാഷ്ട്രീയ നേതൃത്വത്തെയും പുതിയ ഡാം വേണം എന്ന് പറയുന്നവരെയൊക്കെ പരിഹസിക്കുന്ന ഒരു ലേഖനമാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു നിലപാട്. മറ്റൊന്ന് ബ്യൂറോക്രസിയുടെ, ഉദ്യോഗസ്ഥരുടെ, അത് വാട്ടർ ഇറിഗേഷൻ, KSEB അടക്കമുള്ള ഈ ഡിപ്പാർട്ട്മെന്റിലെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പല ബ്യൂറോക്രസി, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഇതിന്റെ ഒരു കോൺസ്പിറസി, ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ മീഡിയ പുറത്തു കൊണ്ടുവന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം. ജനാധിപത്യം ഇന്ത്യയിൽ മരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് കർഷക സമരം വിജയിച്ചത്. ജനാധിപത്യം മരിച്ചിട്ടില്ല. ജനാധിപത്യം മരിച്ചു എന്നാണ് നമ്മൾ ചിന്തിച്ചത്, പക്ഷെ മരിച്ചിട്ടില്ല. കർഷക സമരത്തിൽ എങ്ങനെയാണ് അവർ വിജയം നേടിയത്?
എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് പുറകോട്ട് പോകേണ്ടി വന്നത്, പരസ്യമായി പ്രൈം മിനിസ്റ്ററിന് ക്ഷമ പറയേണ്ടി വന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വളരെ സമാധാനപരമായ പ്രക്ഷോഭങ്ങളിലൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വാസസ്വാതന്ത്ര്യം, ഭീതിയും ഭയം കൂടാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, കൊച്ചുകുളിപ്പാങ്കാലത്തെ ആരും അറിയാതെ മുന്നറിയിപ്പില്ലാതെ വന്ന് ഷട്ടറുകൾ തുറക്കുക, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുക, 5:30 വെള്ളം വലിയുക, ഇങ്ങനെയുള്ള രീതികൾ, വെളുപ്പിന് 3 മണിക്ക് അനൗൺസ്മെന്റ് നടത്തുക, ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി സംസ്ഥാന സർക്കാരിനുണ്ടാകണം. പൊളിറ്റിക്കൽ തീരുമാനത്തിലൂടെ, രാഷ്ട്രീയ തീരുമാനത്തിലൂടെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ ഈ 5-6 ജില്ലകളിലെ ആൾക്കാർ ശക്തമായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് സുരക്ഷിതമല്ലാതെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ ഡാമിന്റെ പഴക്കം തന്നെയാണ്. ലോകത്തൊരു ഡാമും ഇല്ല, മനസ്സിലായി, കരിങ്കല്ലും ചുണ്ണാമ്പും സുർക്കയും കൊണ്ട് പണിതിരിക്കുന്ന ഇന്ത്യയിൽ വേറെ ഒരു ഡാമും ഇല്ല. ഡ്രെയിനേജ് ഗാലറികളില്ല. വെള്ളത്തിന്റെ സമ്മർദ്ദം കൂടും, മനസ്സിലാക്കണം. വെള്ളത്തിന്റെ സമ്മർദ്ദം കണക്കിലെടുക്കാതെ നിർമ്മിച്ച ഒരു ഡാം തന്നെയാണിത്. സ്പിൽവേകൾ ആവശ്യത്തിനില്ല. സുർക്കയും ചുണ്ണാമ്പും അടർന്ന് എണ്ണ ഒലിച്ചു പോയതാണ്. ഇവിടെ ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഇതിന് ചോർച്ചയാണ്. 1922, 28, 35, 61, 65 കാലത്തെ സിമെന്റ് ചാന്ത് കൊണ്ട് ചോർച്ച അടച്ചു. അപ്പൊ 22 തന്നെ ചോർച്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പ്രതിവർഷം 30.4 ടൺ എന്ന തോതിൽ 50 വർഷത്തിനിടയിൽ 1500 ടണ്ണിലധികം സുർക്കി ഒലിച്ചു പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പൊ ഭൂകമ്പ സാധ്യതാ പഠനം നടത്തിയിട്ടില്ല. അണക്കെട്ട് ഈ ഉടുമ്പൻചോല, കമ്പം, ഭ്രംശ മേഖലകൾ സംഗമിക്കുന്ന സ്ഥലത്തായതിനാൽ ഭൂകമ്പ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട്, ഇതിന്റെ തകർച്ചയ്ക്കുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഇനി അമാന്തിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള തന്നെ ഒരു പ്രതിനിധിയാണ് വാട്ടർ ഇറിഗേഷന്റെ മിനിസ്റ്ററായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം വർദ്ധിക്കുന്നു. കൃത്യമായ ഇടപെടലിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ, സമാധാനപരവും ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ ജനം സംഘടിക്കണം. കർഷക സമരം നമുക്കൊരു വലിയൊരു സാധനപാഠമാണ്, ഒരു മാതൃകയാണ്. അതിന് സമയം ആയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ചർച്ച സമാപിക്കുകയാണ്. കേരളത്തിലെ 50 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുള്ള ചൂതാട്ടം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നട്ടലുള്ള, ഇച്ഛാശക്തിയുള്ള നിലപാടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവന് പുല്ലുവില കളിപ്പിച്ചുള്ള ഈ കളി അവസാനിപ്പിക്കണം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ജെയിംസ് പാണ്ടനാട്, 3 പേർക്കും നന്ദി.